ഉണ്ടെങ്കിൽ അത് കൊണ്ടുതരണം. കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കാൻ പോവുക. ഹറാമിന്റെ പൈസ സ്വീകരിക്കുന്നതല്ല. ആരെങ്കിലും ഒളിപ്പിച്ചിട്ടത് ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് ശാപം ഏറ്റുവാങ്ങേണ്ടി വരും. ഖുറൈശികളെ അവസാനം ഹലാലായ പൈസ മാത്രം സ്വരൂപിച്ചു. ആടുമാടൊട്ടകങ്ങളിൽ ഈത്തപ്പന തോട്ടങ്ങളും നടത്തുന്ന പൈസ വാങ്ങി കഅബാലയത്തിന്റെ പണി തുടങ്ങി. തറ ഇബ്രാഹിം അന്ന് ചെയ്ത് തറയിൽ തന്നെ തറ കെട്ടി. ചുമര് പൊന്തിക്കാൻ നേരത്തേക്ക് പൈസ പകുതി തീർന്നു. മുഴുവനായിട്ട് പണിയെടുത്താൽ പണി പൂർത്തിയാവൂല എന്ന് കണ്ടപ്പോൾ അവര് യോഗം കൂടി എന്താ ചെയ്യേണ്ടത് എന്ന്. ഹലാലായ പൈസ കിട്ടാൻ വഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കഅബാലയത്തിന്റെ ചുമരിന്റെ വണ്ണം കുറക്കാം. ദീർഘചതുരാകൃതിയിലുള്ള കഅബാലയം സമചതുരാകൃതിയിലാക്കിയ വരാം. അന്നത്തെ തീരുമാനം, അന്ന് നബി ഞങ്ങൾക്ക് നബിയായിട്ടില്ല, നബി ഞങ്ങൾ എന്നാൽ ഖുറൈശികളുടെ തീരുമാനമാണ് കഅബാലയത്തിന്റെ ഇന്ന് നമ്മൾ കാണുന്ന വളച്ചുകെട്ട്, കഅബത്തിന്റെ ഒരു ഭാഗത്തൊരു വളച്ചുകെട്ട് കാണാം, അത് കഅബത്തിൽ പെട്ടതാണ്. അതും യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന കറുത്ത കില്ല ഉതക്കേണ്ട കഅബത്തിൽ പെട്ടതാകണമായിരുന്നു. അന്ന് ഹലാലായ പൈസ ഇല്ലാത്തതുകൊണ്ട് അത്രയും ഭാഗം മാറ്റിവെച്ച് ഇന്ന് കാണുന്ന കോലത്തിൽ കഅബാലയത്തിന്റെ ചുവര് പോക്കി ഖുറൈശികൾ. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് കിട്ടി, ഖിലാഫത്തും കിട്ടി. എന്നിട്ട് ഹലാലായ പണം വന്നു. സഹാബാക്കൾ ചോദിച്ചു, നബിയെ കഅബാലയത്തിന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ, നമുക്കത് പുതുക്കി പണിതാലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, ഞാൻ കഅബാലയത്തിൽ കൈവെക്കുന്നില്ല, അത് ഭാവിയിൽ അപകടം ചെയ്യുമെന്ന് സൂചന കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. അവിടെ നിന്നോട്ടെ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുക്കി പണിതു എന്ന് കണ്ടാൽ പിന്നെ വരുന്നവരൊക്കെ തുടങ്ങും പുതുക്കി പണിയാൻ, പിന്നെ അവസാനം ഒന്നും ഉണ്ടാവില്ല. രണ്ട്, ഖുറൈശികൾ അന്നെടുത്ത തീരുമാനം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു, അത് നിലനിർത്തലും കൂടിയാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ആലോചിക്കണം നാം ഇവിടെ. ആ അബൂജഹലിനാണോ അള്ളാഹിനെ അറിയുക, അതോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പള്ളി ഉണ്ടാക്കുന്ന ആധുനികരാണോ അള്ളാഹിനെ അറിയുക? ബാങ്കിന്റെ പ്രസിഡന്റ് പള്ളിന്റെ പ്രസിഡന്റ്, ബാങ്കിന്റെ സെക്രട്ടറി പള്ളിന്റെ സെക്രട്ടറി, ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ പള്ളിന്റെ മെമ്പർ, പലിശക്കാരത്തിന്റെ പൈസ വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കാൻ, ചൂതാട്ടക്കാരത്തിന്റെ പൈസ വാങ്ങിയിട്ട് അബ്കാരി കോളത്തിൽ വാങ്ങിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മെനക്കെടുന്ന ആധുനികന്റെ പേരിലാണോ ലയനത്ത്, അതോ ഹലാലായ പണം മാത്രമേ പറ്റൂ? ഇത് അള്ളാന്റെ വീട്, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ബിൽഡിങ്ങിന്റെ വണ്ണം ചുരുക്കിയ ഖുറൈശികൾ, അവരാണോ ബുദ്ധിയില്ലാത്തവർ? ആരാണ് സഹോദരന്മാരെ ബുദ്ധിയില്ലാത്തവർ? ആലോചിച്ചു. പള്ളിയോട് അറ്റാച്ച് ചെയ്ത് ലാത്തമാരെയും ഉസ്തമാരെയും മനാത്തമാരെയും പ്രതിഷ്ഠിച്ച് ആ അറ്റാച്ച്മെന്റിൽ നിന്ന് പണമുണ്ടാക്കി ആ പണം ഉപയോഗിച്ച് മുനാരം കെട്ടുന്ന നമ്മളാണോ ശപിക്കപ്പെടേണ്ടത്? അതോ അള്ളാഹ്ക്കുള്ളത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, അത് ഹലാലായിരിക്കണം, അതൊരിക്കലും ഹറാമായതാകാൻ പാടില്ല, കഅബാലയത്തിന്റെ ഉള്ളിൽ നേർച്ചയ്ക്ക് വരുന്ന സാധനവും കൂടി പറ്റൂല എന്ന് അന്ന് ഖുറൈശികൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് സുഹൃത്തുക്കളെ ഖുറൈശികൾ? അള്ളാഹുവെ അറിഞ്ഞവരാ. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്താ ഖുറൈശികൾക്ക് റസൂലുള്ളാഹി തങ്ങളോട് ഇത്ര വെറുപ്പ്? രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, അബ്രഹത്തിന്റെ ആനപ്പട്ടാളം കഅബാലയം പൊളിക്കാൻ വരാൻ തീരുമാനിച്ചു. അന്ന് നബി തങ്ങൾ ജനിച്ചിട്ട് പോലുമില്ല. ആമിന ബീവിന്റെ വയറ്റിലാണെന്നൊരു അഭിപ്രായം, അതിന് എത്രയോ കൊല്ലം മുമ്പാണെന്ന് വേറെ അഭിപ്രായം, അബ്ദുൽ മുത്തലിബിന്റെ കാലത്താന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അബ്രഹത്തിന്റെ പട്ടാളം വരുന്നുണ്ട് കഅബാലയം പൊളിക്കാൻ. വിവരം അബ്ദുൽ മുത്തലിബിന് കിട്ടി. അബ്ദുൽ മുത്തലിബിന്റെ എഴുത്താണ് കൊടുത്തയച്ചത്. അബ്ദുൽ മുത്തലിബ് മൈൻഡ് ചെയ്തില്ല. കഅബാലയത്തെ പൊളിക്കും എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് മൈൻഡ് ചെയ്തില്ല. കാരണം കഅബാലയം അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹു അതിന് നടപടി എടുക്കുമെന്ന് നല്ല യഖീൻ ആർക്കുണ്ടായിരുന്നു? അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു. അത് അബ്ദുൽ മുത്തലിബ് പറയുകയും ചെയ്തിട്ടു. അബ്ദുൽ മുത്തലിബിന്റെ മറുപടി കിട്ടാതെ വന്നപ്പോൾ യമനിൽ നിന്ന് അബ്രഹത്ത് പട്ടാളക്കാരെ അയച്ചിട്ട് അബ്ദുൽ മുത്തലിബിന്റെ ആട്ടിൻകൂട്ടങ്ങളെ കൊള്ളയടിച്ചു. വിവരം അബ്ദുൽ മുത്തലിബ് അറിഞ്ഞു. അബ്ദുൽ മുത്തലിബ് യമനിലേക്ക് പോയി അബ്രഹത്തിനെ കാണാൻ. അബ്രഹത്തോട് ചോദിച്ചു, നിങ്ങളെ പട്ടാളക്കാരെ വിട്ടിട്ട് എന്റെ ആട്ടിൻപറ്റങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും കൊള്ളയടിച്ചത് എന്തിനാ? ഞാൻ നിങ്ങൾക്കൊരു എഴുത്തയച്ചിട്ട് നിങ്ങളൊരു മറുപടി അയച്ചില്ലല്ലോ, അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, കഅബാലയത്തിന്റെ കാര്യത്തിലല്ലേ നിങ്ങൾ അറിയിച്ചത്? കഅബാലയം എന്റേതല്ല, അതിന്റെ ഉടമസ്ഥൻ വേറെയാ. ആ ഉടമസ്ഥൻ അതിനെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് എനിക്കറിയാം. ആട്ടിൻകൂറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും ഇപ്പോൾ അതിന്റെ മിൽക്ക് എന്റെ കയ്യിലാ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്നത് എന്ന്.
കാർക്കിച്ച് തുപ്പി അബ്രഹത്ത് നിലത്ത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇത്രയും വിഡ്ഢിയായി പോയോ? പരമ്പരാഗതമായി നൂറ്റാണ്ടുകളോളമായി ആദരിച്ചു പോന്ന കഅബാലയം പൊളിച്ചു നീക്കാൻ പട്ടാളം വരുമെന്ന് പറഞ്ഞിട്ടൊരു കൂസലുമില്ല. ഒട്ടകം നഷ്ടപ്പെട്ടപ്പോൾ വന്നിരിക്കുന്നു, ഇതാണോ രാജ്യത്തിന്റെ നേതാവ്, പോലെടുത്തിട്ട് എന്ന് പറഞ്ഞ് ഒട്ടകത്തെയും ആട്ടിൻകൂട്ടങ്ങളെയും വിട്ടുകൊടുത്തു. അബ്രഹത്ത് ധിക്കാരിയായി. ദിവസങ്ങൾക്കകം അബ്രഹത്തിന്റെ പട്ടാളം പുറപ്പെടലായി, ആനക്കൂട്ടങ്ങളെയും കൂട്ടിയിട്ട്. വിഷയം അബ്രഹത്ത് അബ്ദുൽ മുത്തലിബ് അറിഞ്ഞു. ഖുറൈശികളെ യോഗം വിളിച്ചു കൂട്ടി ദാറുന്നതുമായി ഹറമിൽ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബ്രഹത്തിന്റെ പട്ടാളം റോമൻ സപ്പോർട്ടോടുകൂടി വരുന്നുണ്ട്. കഅബാലയത്തെ പൊളിച്ചു നീക്കി ഇബ്രാഹിമി സംസ്കാരത്തെ പറിച്ചു നട്ട് റോമൻ സംസ്കാരം ലോകത്തിന്റെ ഏക സംസ്കാരമാക്കി മാറ്റാനുള്ള തന്ത്രമാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റി അല്ലാഹു അലം യജഅൽ കൈദഹും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുഷാവറ ചെയ്തു. ഖുറൈശി കൂട്ടം എന്തിനും തയ്യാർ, നേതാവ് എന്ത് പറഞ്ഞാലും തയ്യാർ. നേതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഒരു യുദ്ധത്തിനുള്ള സമയമല്ല ഇപ്പോൾ, അതിനുള്ള ഒരുക്കവും നമുക്കില്ല. റോമക്കാരോട് സൈനിക യുദ്ധം നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് കിട്ടുന്നതെല്ലാം പെറുക്കി കെട്ടി തൊട്ടടുത്തുള്ള പർവ്വതങ്ങളുടെ താഴ്വരകളിലേക്ക് താമസം മാറ്റിക്കൊള്ളുക. അവര് വന്നു പോകുന്നത് വരെ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കാം. ഖുറൈശികൾ അത്രയും പേരുള്ള ഒരു ഖുറൈശി കുടുംബം മാത്രമേ ഉള്ളൂ അവിടെ. കഅബാലയത്തിന് ചുറ്റും 1400 മുമ്പുള്ള കഅബാലയത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്ക് ഇത് ഏതാണ്ട് മനസ്സിലാവും. ഖുറൈശികൾ അവർക്കുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം പെറുക്കി കെട്ടി വീടും പൂട്ടി അവർ ജബലു അബീ ഖുബൈസിന്റെയും മറ്റും താഴ്വരകളിലേക്ക് താമസം മാറ്റി. അബ്ദുൽ മുത്തലിബ് രാത്രി സമയത്ത് എഴുന്നേറ്റു, കഅബാലയത്തിന്റെ പടിവാതിൽക്കൽ ചെന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചും കവിളും കഅബാലയത്തിന്റെ ചുമരോട് ചേർത്ത് വെച്ചു. ആ പരിശുദ്ധ ഭവനത്തിന്റെ വാതിൽക്കൽ പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് താരിഖിന്റെ കിതാബുകൾ സഹിയായ സനദോടെ റെക്കോർഡാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ റബ്ബായ അല്ലാഹുവേ, ഈ വീട്ടിന്റെ മാലിക്കും ഖാലിക്കും മുദബ്ബിറുമായ അല്ലാഹുവേ, ഒരു സംഘം അക്രമികൾ ഈ വീട് തകർക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ കൈകാര്യകർത്താക്കൾ ഞങ്ങളാണല്ലോ അല്ലാഹ്, നീ എന്നെ നാണക്കേടിലാക്കല്ലേ പടച്ചവനെ. ഒരു യുദ്ധത്തിന് മുന്നിടാൻ ഞങ്ങൾക്ക് താക്കത്തില്ല അല്ലാഹ്. നീ ഈ പരിശുദ്ധ ഭവനത്തെ സംരക്ഷിക്കണേ അല്ലാഹ്. ഈ ഭവനം തകർത്തു എന്നുകൊണ്ട് നിനക്കൊരു കോട്ടവും പറ്റുകയില്ല, നിന്റെ ഇസ്സത്തിനൊരു തകരാറും സംഭവിക്കുകയില്ല. എന്റെ അന്തസ്സ് പോകും, ചരിത്രം രേഖപ്പെടുത്തും. അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് കഅബാലയം തകർക്കപ്പെട്ടതും യമനിലേക്ക് ഒരു ചർച്ച പണിതതും എന്ന്. നീ അതിന് അവസരം ഉണ്ടാക്കല്ലേ അല്ലാഹ്. കണ്ണീരിൽ കുതിർന്ന ദുആക്കൾ ആരോട്? ആരുടെ സുഹൃത്തുക്കളെ? അല്ലാഹുവിനോട്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. അബ്ദുൽ മുത്തലിബ് യാത്തന്റെയും മുസ്തന്റെയും മുമ്പിൽ കുമ്പിട്ടിട്ടില്ല. അത്രയും മാന്യതയില്ലാത്തൊരു ദേഹമായിരുന്നില്ല അബ്ദുൽ മുത്തലിബ്. അഷ്റഫുൽ ഖൽക്കിന്റെ ഉപ്പുപ്പയാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ ഉപ്പുപ്പയാണ്. ഖുറൈശി കൂട്ടത്തിന്റെ നേതാവാണ്. കഅബാലയത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചത് അബ്ദുൽ മുത്തലിബിനാണ്. ഇന്നീ കാണുന്ന സംസം കിണർ അബ്ദുൽ മുത്തലിബിലൂടെയാണ് പുറത്തു വന്നത്. അബ്ദുൽ മുത്തലിബിന്റെ കാലമാകുമ്പോഴേക്കും സംസം കിണർ മണ്ണിട്ട് മൂടിപ്പോയിരുന്നു. അവസാനം അബ്ദുൽ മുത്തലിബിന്റെ ഒരു സ്വപ്നത്തിലൂടെയാണ് സംസം കിണർ ഈ കാണുന്ന കോലത്തിൽ ഉമ്മത്തിന് വേണ്ടി ലോകാവസാനം വരെ തുടക്കാൻ അള്ളാഹു തആല അവസരമുണ്ടാക്കിയത്. നിസ്സാരക്കാരനല്ല അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി തങ്ങൾ 12 വയസ്സ് 10 വയസ്സുള്ളപ്പോഴേ അബ്ദുൽ മുത്തലിബ് പോയി ആഖിറത്തിലേക്ക്, അള്ളാഹുവിന്റെ അടുക്കലേക്ക്. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് അള്ളാഹു തആല ചെയ്യും. നമുക്ക് അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല. അതുപോലെ ആരെ പറ്റിയോ അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല. മരിച്ചുപോയവരെല്ലാം അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ്. അള്ളാഹു എന്തുദ്ദേശിക്കും അതവർ ചെയ്യും. ജീവിച്ചിരിക്കുന്നവർക്ക് ബലാഗ് ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. ജീവിച്ചിരിക്കുന്നവരെ പറ്റി അഭിപ്രായം പറയാൻ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. ചിലർ ചോദിക്കും, നമ്മൾ ഉപ്പാനെ പറ്റി എന്ത് പറയുന്നു, ഉപ്പുപ്പാനെ പറ്റി എന്ത് പറയുന്നു? ഒന്നും പറയാനില്ല. അത് അള്ളാഹുവിലേക്ക് പോയി ഇനി അള്ളാഹു ഇഷ്ടം പോലെ ചെയ്യും. ജീവിച്ചിരിക്കുന്നവർക്ക് നദീറും ബഷീറും ആവാനാണ് റസൂൽ അയച്ചത്, മരിച്ചവർക്ക് നദീറും ബഷീറും ആവാനല്ല. മുന്നറിയിപ്പും സന്തോഷവാർത്തയും ജീവിച്ചിരിക്കുന്നവർക്കാണ്. ജീവിച്ചിരിക്കുന്നവരോടാണ് തിരുത്താൻ ആവശ്യപ്പെട്ടത്, മരിച്ചവരോട് തിരുത്താനല്ല ആവശ്യപ്പെട്ടത്. മരിച്ചവർ നിശ്ചയിക്കപ്പെട്ട സമയം ടൈം പൂർത്തിയാക്കി തിരിച്ചുപോയി. ഇനി അവരുടെ കാര്യം മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്. അബ്ദുൽ മുത്തലിബിന്റെ ദുആ അല്ലാഹു തആല കബൂലാക്കി. അബ്രഹത്തിന്റെ പട്ടാളം യമനിൽ നിന്ന് പുറപ്പെട്ടു. അറഫ വഴി അവർ മുസ്ദലിഫയിൽ പ്രവേശിച്ചു. മുസ്ദലിഫയിൽ നിന്ന് വാദി മുഹസ്സറിലെത്തി.
മിനയുടെ അറ്റത്ത്. ഇനി 5-6 കിലോമീറ്ററാണ് മക്കത്തേക്കുള്ളത്. ആനകളെ അവർ ഭക്ഷണം കൊടുത്തു. ആനകൾക്ക് മദ്യം കുടിപ്പിച്ച് മതിവർപ്പിച്ചു. പാപ്പാമാരും മദ്യം കുടിച്ച് ലക്ക് കെട്ടു. ആനകളെ കൊണ്ട് ചവിട്ടി കഅബാലയത്തെ പൊളിച്ച് അവശിഷ്ടങ്ങൾ പരക്കിക്കെട്ടി ആനപ്പുറത്ത് കെട്ടി യമനിൽ കൊണ്ടുപോയി ചർച്ച പണിയിലായിരുന്നു റോമിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം. അതാണ് അബ്രഹത്ത് അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി കാര്യം പറയട്ടെ. അബ്ദുൽ മുത്തലിബിന്റെ ദുആ അല്ലാഹു തആല കബൂലാക്കിയത് അല്ലാഹു സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണെന്ന്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഖുർആൻ. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനെ അറിയിക്കുകയാ. ആമിന ബിബി നബി തങ്ങളെ പ്രസവിച്ചു, 40 വയസ്സ് കഴിഞ്ഞു, നുബുവത്ത് കിട്ടി. എന്നിട്ട് അല്ലാഹു തആല പൂർവികമായ സംഭവങ്ങൾ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹു മാത്രം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഖുറൈശികൾ നബി തങ്ങളെ വിഷമിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഒന്നും നടക്കൂല, അള്ളാഹു അല്ലാത്ത പല മഹത്തുക്കളെയും ഇടക്ക് നിർത്തിയെങ്കിൽ മാത്രമേ അള്ളാഹ് നമുക്ക് വല്ലതും ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങളെ അലോസരപ്പെടുത്തി ജനം ഈ രീതിയിൽ അഷ്റഫുൽ പീഡിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അല്ലാഹു തആല ധൈര്യം കൊടുക്കുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക്. ഒരു ധൈര്യക്കുറവും വേണ്ട നബിയെ, ഒരു വിഷമിക്കലും വേണ്ട നബിയെ, ഒരു പ്രയാസവും വേണ്ട നബിയെ. നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞു തരട്ടെ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ആനപ്പട്ടാളക്കാരെ നിങ്ങൾ റബ്ബ് എങ്ങനെയാ കൈകാര്യം ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നബിയെ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രം പാളിപ്പോയില്ലേ നബിയെ? അവരുടെ തന്ത്രം എന്തായിരുന്നു? കഅബാലയം പൊളിക്കുക, പകരം യമനിൽ ഒരു ചർച്ച പണിയുക, എന്നിട്ട് റോമൻ നേതൃത്വത്തിൽ ലോകത്തിൽ ഏക സംസ്കാരം ഉണ്ടാക്കുക, അറബികളും അറേബ്യൻ സംസ്കാരവും ഇസ്ലാമും കാറ്റിൽ പറത്തിക്കളയുക. മുഹമ്മദ് എന്നൊരു പ്രവാചകൻ അത് വരുന്നുണ്ട് എന്ന് ബൈബിളിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദ് വന്നാൽ തന്നെ 4 ആൾ അറിയാൻ പാടില്ല. മക്കയും കഅബയും നിലനിന്നാൽ മുഹമ്മദിനെ 4 ആൾ അറിയും. കഅബയും മക്കയും നിലവിലില്ലെങ്കിൽ പിറകെ മുഹമ്മദ് വന്നാൽ 4 ആൾ അറിയാൻ പോകുന്നില്ല. ആ തന്ത്രമായിരുന്നു അല്ലാഹ് പാളിപ്പിച്ചു കളഞ്ഞതായി പറഞ്ഞത്. അലം യജ്അൽ കൈദഹും. അവരെ തന്ത്രം പാളിപ്പോയില്ലേ നബിയെ? ഫീ തദ്ലീൽ. അപകടത്തിലായി പോയില്ലേ? എന്നിട്ട് അല്ലാഹു തആല ഫഅർസല അലൈഹിം തൈറൻ അബാബീൽ. അബാബീൽ പക്ഷിക്കൂട്ടത്തെ അവർക്കെതിരെ അല്ലാഹു നിയോഗിക്കുകയും ചെയ്തില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. പഴുപ്പിക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് ആ പക്ഷികൾ അവരെ എറിയുകയും ചെയ്തില്ലേ? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. മൃഗങ്ങൾ തിന്ന് ഒതുക്കിയ വൈക്കോലിന്റെ തുരുമ്പ് പോലെ ആ പട്ടാളത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ നബിയെ? ഈ അല്ലാഹ് പോരെ നിങ്ങൾക്ക്? ഈ ഖുറൈശികൾ റോമിനെയും പേർഷ്യനെയും പറഞ്ഞ് പേടിപ്പിക്കുകയല്ലേ? ഒരു പേടിയും വേണ്ട, അല്ലാഹ് മതി നബിയെ നിങ്ങൾക്ക് എന്ന്. നമുക്കും അല്ലാഹ് പോലെ സുഹൃത്തുക്കളെ സഹോദരന്മാർ ഇത്രയല്ലേ അല്ലാഹു തആല പറയുന്നുള്ളൂ? ഇത്രയല്ലേ അല്ലാഹു തആല ഉമ്മത്തോട് പറഞ്ഞിട്ടുള്ളൂ? അപ്പൊ ഖുറൈശി കൂട്ടത്തിന് അല്ലാഹുവിനെ നന്നായിട്ട് അറിയാമെന്നല്ലേ കൊണ്ട് മനസ്സിലാകുന്നത്? പ്രശ്നങ്ങൾ അല്ലാഹു തന്നെയാണ് ഇടപെടിപ്പിച്ചെന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? 3. 4ാമത്തെ ഉദാഹരണം, ബദർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 313 പേര് ബദറിൽ താവളമടിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നേതൃത്വത്തിൽ. 1000-ഓളം പേരെയും കൂട്ടിയിട്ട് അബൂജഹൽ കഅബാലയത്തിന്റെ പരിസരത്തെത്തി. അബൂജഹലിന്റെ നേതൃത്വത്തിലാണ് ബദറിലേക്ക് പട നയിക്കപ്പെടുന്നത്. എന്താണ് അബൂജഹൽ ആദ്യമായിട്ട് ചെയ്തത്? അബൂജഹൽ നേരെ കഅബാലയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആൾക്കാരെ, 1000-ഓളം വരുന്ന മുശ്രിക്കീങ്ങളെ. എന്നിട്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അവർ ദുആ ചെയ്തു. അബൂജഹൽ ദുആ ചെയ്തു, ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞു. എന്താണ് ദുആ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. സഹിഹായ സനദുള്ള റിപ്പോർട്ടല്ലേ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹുവേ, ഞങ്ങൾ 2 പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദിന്റെ പാർട്ടിയാണ് ഒന്ന്. ഞങ്ങൾ പോകുന്ന ഖുറൈശികൾ നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ കാവൽക്കാർ, നിന്റെ പരിശുദ്ധമായ പള്ളിയുടെ പരിപാലകർ. പുതിയ വാദവുമായിട്ട് മുഹമ്മദ് വന്നിരിക്കുകയാണ്. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ബാത്തിലും ഹക്കും വേർതിരിച്ചു തരണേ അല്ലാ. ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഹക്കിനെ സഹായിക്കണേ അല്ലാ. മുഹമ്മദിന്റെ പുതിയ വാദത്തെ നീ തകർത്ത് കളയണേ അല്ലാ. മുഹമ്മദ് കുടുംബത്തെ തെറ്റിക്കുകയാ. മുഹമ്മദ് കുടുംബത്തിൽ വിള്ളലുണ്ടാക്കുകയാ. നീ മാത്രം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഇടങ്ങേറാക്കുകയാ. ഈ ഇരിക്കുന്ന മഹത്തുക്കളെയും മഹാന്മാരെയും മുഹമ്മദ് അംഗീകരിക്കുന്നില്ല. ഈ ഇരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, പൂർവികന്മാരായ മഹത്തുക്കളുടെ പേരിൽ
നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ജാറങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മയ്യത്തുകൾ, ഇവരെ ഒന്നും മുഹമ്മദ് അംഗീകരിക്കുന്നില്ല. നീ മാത്രം എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് നടക്കുന്നത്. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ആരത് വായിച്ചത് സുഹൃത്തുക്കൾ? അബൂജഹൽ. അബൂജഹലാണ് ഖുറൈശി കൂട്ടത്തിന്റെ സർവ്വസേനാധിപൻ. റസൂലുള്ളാഹി തങ്ങൾ ബദറിൽ 313 ആൾക്കാരെയും അണിനിരത്തി ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങിയ റസൂലുള്ളാഹ്, യാ ഹയ്യു യാ ഖയ്യൂം, ഓ എന്നും ജീവിച്ചിരിക്കുന്നവനെ, ഓ എന്നും മരിക്കാത്തവനെ, ഞങ്ങളെ സഹായിക്കണേ. ഈ ചെറു സംഘം ഇവിടെ പരാജയപ്പെട്ടു പോയാൽ നിന്റെ കലിമത്തു തയ്യിബ പറയാൻ ലോകത്തിനാളെ കിട്ടൂല ഇനി. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഈ ചെറു സംഘത്തെ നീ വിജയിപ്പിക്കണേ അല്ലാ. നിന്റെ വഹദാനിയത്തിന്റെ കലിമ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ അല്ലാ. ആര് ദുആ? റസൂലുള്ളാഹി തങ്ങളുടെ. ഇവിടെ അബൂജഹൽ ദുആ ചെയ്ത് ആരോട്? അല്ലാഹുവിനോട്. റസൂൽ ദുആ ചെയ്തു ആരോട്? അല്ലാഹുവിനോട്. പിന്നെന്തിന് ബദറുണ്ടായി? അബൂജഹൽ അംഗീകരിക്കുന്ന അള്ളാനെ, റസൂലുള്ളാഹി തങ്ങളും അംഗീകരിക്കുന്നു അള്ളാനെ. എങ്കിൽ പിന്നെ ബദറുണ്ടായത് എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെയാണ് നാം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടത്. ഇവിടെ അള്ളാഹുവിന്റെ കാര്യത്തിലല്ല യുദ്ധം. രണ്ടാളും അള്ളാനെ അംഗീകരിക്കുന്നവരാ. അബൂജഹലും ഖുറൈശി കൂട്ടും അള്ളാനെ അംഗീകരിക്കുന്നവരാ. അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, നിങ്ങൾ ചോദിച്ചു നോക്കി നബി അവരോട്, ആരാണ് ആകാശങ്ങളെ നിർമ്മിച്ചത്, ആരാണ് ഭൂമിയെ നിർമ്മിച്ചത്? നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കി. ലയഖൂലുന്ന അല്ലാഹ്, അവർ മറുപടി പറയും അല്ലാഹു ആണെന്ന്. എങ്കിൽ പിന്നെ ഖുറൈശികൾ അള്ളാനെ അംഗീകരിക്കുന്നു, റസൂലുള്ളാഹി തങ്ങൾ അള്ളാനെ അംഗീകരിക്കുന്നു. പിന്നെ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം? എന്തിനാണ് ബദറും ഉഹുദും ഉണ്ടായത്? എന്തിനാണ് ഇത്രയും ആൾക്കാർ ഷഹീദാകേണ്ടി വന്നത്? എന്തിനാണ് ഇത്രയും ആൾക്കാർ വിധവകളാകേണ്ടി വന്നത്? എന്തിനാണ് ഇത്രയും മക്കൾ യത്തീമാകേണ്ടി വന്നത്? ആവശ്യമില്ലാതൊരു യുദ്ധം ഉണ്ടാക്കിയെടുത്തതാണോ? അതോ വല്ല അത്യാവശ്യം യുദ്ധത്തിന്റെ പിറകിലുണ്ടോ? ബഹുമാനമുള്ള സഹോദരങ്ങളും സഹോദരിമാരും ചരിത്രപരമായി വിലയിരുത്തണം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കലല്ല. കാരണം അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കാൻ ഒരു നബിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ ഖുറൈശികൾക്ക് അള്ളാഹുവിനെ അറിയാം. നബിതങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുമായിട്ട് ഇടപെടുന്നവരാണ് ഖുറൈശികൾ. അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ചോദിക്കുന്നവരാണ് ഖുറൈശികൾ. അതിനിടക്ക് ലാത്തയെ പോലെ പ്രഗത്ഭന്മാരായ മഹത്തുക്കളായ പൂർവികന്മാരായ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, അതേപോലെ തന്നെ മുർസലീങ്ങളുടെ രൂപങ്ങളെ മുമ്പിൽ വെച്ച് അതിനെ വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് മഴയെ തേടുന്നവരാ. പക്ഷെ അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ആദർശം നോക്കാറില്ല. ആര് എപ്പോ ചോദിച്ചാലും എവിടെ പോയി ചോദിച്ചാലും അള്ളാഹ് ചെയ്യേണ്ടത് അള്ളാഹു തന്നെ ചെയ്യാറുണ്ട്. അത് അള്ളാഹുവിന്റെ നീതിയും കരുണയും കൃപയുമാ, അവന്റെ റഹ്മാനിയത്താണ്. ഗുരുവായൂർ ചെന്നിട്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചാൽ ആ ഹിന്ദുവിനും അള്ളാഹു താല കുഞ്ഞിനെ കൊടുക്കും. അതേപോലെ തന്നെ ചർച്ചിൽ ചെന്നിട്ട് വേളാങ്കണ്ണി ചെന്നിട്ട് ഒരു ക്രിസ്ത്യാനി ഒരു കുഞ്ഞിക്ക് വേണ്ടി ചോദിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു താല കൊടുത്തിരിക്കും. അതേപോലെ തന്നെ ഒരു നിരീശ്വരവാദി അവന്റെ ഊക്കും മുടുക്കും വെച്ചിട്ടൊരു കുഞ്ഞിക്ക് വേണ്ടി മെനക്കെട്ടാൽ അവനിക്കും അള്ളാഹു താല കുഞ്ഞിനെ കൊടുക്കും. അതേപോലെ തന്നെ ഒരു മുസ്ലിം ജാറത്തിൽ ചെന്നിട്ട് തങ്ങളോട് ഒരു കുഞ്ഞിക്ക് വേണ്ടി ചോദിച്ചാൽ അവനിക്കും അള്ളാഹു താല കുഞ്ഞിനെ കൊടുക്കും. ഇവിടെ നമുക്ക് സാധാരണ ഒരു ചോദ്യമുണ്ട്, കുഞ്ഞിനെ കിട്ടിയല്ലോ, അവ എന്തോ സംതിങ് ഇല്ലേ? ഇല്ല. കാരണം ഈ കുഞ്ഞിനെ കിട്ടിയത് അള്ളാന്റെ ഔദാര്യം കൊണ്ട്. അള്ളാഹു താല ആവശ്യം നോക്കിയിട്ടല്ല ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത്. അള്ളാഹു താല മനുഷ്യന്റെ ആവശ്യം നോക്കിയിട്ടാണ് ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്. ഇവിടെ അള്ളാഹു താല ആവശ്യത്തെ നോക്കാറില്ല. ബിംബത്തോട് ചോദിച്ചാലും മറ്റേ ചോദിച്ചാലും ആവശ്യമാണെന്ന് അള്ളാഹു തലക്ക് ബോധ്യപ്പെട്ടാൽ അള്ളാഹു തല ആവശ്യം പൂർത്തിയാക്കി കൊടുക്കും. ബിസ്മി ചൊല്ലി കച്ചവടം കട തുറക്കുന്ന ഒരു മുസ്ലിമിനും ലാഭം കൊടുക്കുന്നവൻ അള്ളാഹുവാ. അതേപോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ കട തുറക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും ലാഭം കൊടുക്കുന്നവൻ അള്ളാഹുവാ. അതേപോലെ തന്നെ മുത്തപ്പന്റെ അയ്യപ്പന്റെയോ പേരിൽ കട തുറക്കുന്ന ഒരു മുശീക്കിന് ലാഭം കൊടുക്കുന്നവൻ അള്ളാഹുവാ. അതേപോലെ തന്നെ ഉസൈറിന്റെ നാമത്തിൽ കട തുറക്കുന്ന ഒരു ജൂതന് ലാഭം കൊടുക്കുന്നവൻ അള്ളാഹുവാ. അതേപോലെ തന്നെ തങ്ങളുടെയോ ജാനതങ്ങളുടെയോ പേരിൽ കട തുറക്കുന്ന ഒരാൾക്കും ലാഭം കൊടുക്കുന്നവൻ അള്ളാഹുവാ. വഹദാനിയത്ത് അംഗീകരിക്കുന്ന ബിസ്മിയില്ലെന്ന അവനിക്കും ലാഭം കൊടുക്കുന്നവൻ അള്ളാഹുവാ. ഇവിടെ അള്ളാഹു തആല ലാഭത്തിന്റെ കാര്യത്തിൽ ആദർശം നോക്കാറില്ല. രാവിലെ സുബഹിയെ നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ദുബൈ പോകുന്നവർക്കും സമ്പാദ്യം കൊടുക്കുന്നവൻ അള്ളാഹുവാ. അതേപോലെ തന്നെ ചർച്ചിൽ ചെന്ന് യേശുവിന്റെ മുമ്പിൽ കുമ്പിട്ടിട്ട് ദുബൈ പോയ ക്രിസ്ത്യാനിക്കും പൈസ ഇട്ട് കൊടുക്കുന്നവൻ അള്ളാഹുവാ. അതേപോലെ തന്നെ മുത്തപ്പനെ അയ്യപ്പനെയും കണ്ട് തൊഴുത് ദുബൈയിലേക്ക് പോയ നായർക്കും നമ്പ്യാർക്കും പണം കൊടുത്തത് അള്ളാഹുവാ. ഇവിടെ അള്ളാഹു തആല ഇവര് നീ വിളിച്ചത് വേറെ ആളെയല്ലേ, നീ ചോദിച്ചത് വേറെ ആളോടല്ലേ, അവന്റെ അബദ്ധത്തെ വേണ്ടെന്ന് അള്ളാഹു തആല പറയാറില്ല. അള്ളാഹ് മാന്യനാ, അള്ളാഹ് അസീസാ, അള്ളാഹു തആല നീതിയുള്ളവന്, അവൻ ഹലീമാണ്, പക്വതയുള്ളവന്.
റഹീമാണ്, അള്ളാഹു റഹ്മാനാണ്, ആദർശം നോക്കാതെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നവനാണ്. ആ അള്ളാഹുവിനേക്കാണ് റസൂലുള്ളാഹി തങ്ങൾ ക്ഷണിച്ചത്. ആ അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടയിൽ മറ്റു പലരെയും വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ഖുറൈശിക്കൂട്ടം, മറുഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ, ഇവർ തമ്മിൽ ആദർശപരമായ ഭിന്നിപ്പ് ഏത് കാര്യത്തിലാണ്? അല്ലാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന വിഷയത്തിലല്ല. അല്ലാഹുവിനെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ മാത്രം അംഗീകരിക്കണം. ഇവിടെ മാത്രം എന്ന പ്രയോഗത്തിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്. മാത്രം എന്ന പ്രയോഗത്തിന്റെ പേരിലാണ് ഉഹദ് ഉണ്ടായത്. അല്ലാഹു ഉണ്ട്, ഒപ്പം മറ്റ് പലരും ഉണ്ടെന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ബദർ ഉണ്ടാകുമായിരുന്നില്ല. അഷ്റഫുൽ ഖൽഖ് തായിഫിലേക്ക് പോണ്ടി വരുമായിരുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മദീനത്തേക്ക് ഹിജ്റ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ താഴ്വരയില് 3 കൊല്ലക്കാലം പട്ടിണി കിടന്നിട്ട് ശുഐബ് അബീ താലിബ് താഴ്വരയിൽ 3 കൊല്ലക്കാലം നബിതങ്ങൾ പട്ടിണി കിടന്ന് മരത്തിന്റെ ചപ്പ് തിന്നിട്ട് മൃഗങ്ങൾ തൂറും പോലെ തൂറേണ്ടി വരുമായിരുന്നില്ല. എപ്പോൾ അഷ്റഫുൽ ഖൽഖിന് ചെറുങ്ങനെ അല്ലാഹു ഉണ്ട്, അല്ലാഹുവിനൊപ്പം മഹാന്മാരും ആവാം എന്ന് സമ്മതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ. ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത ഖുറൈശികളുടെ കാര്യത്തിൽ നബി തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താ? അല്ലാഹു ഉണ്ട്, അല്ലാഹ് മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ന്യായമായ രീതിയിൽ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇബാദത്തിൽ ഏറ്റവും ഒന്നാം നമ്പർ ദുആയ. അതുകൊണ്ട് ദുആ അല്ലാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇല്ല. അല്ലാഹു അല്ലാത്തവരെ ഇടപെടിപ്പിച്ചിട്ടുള്ള ദുആ ഇല്ല. അല്ലാഹു അല്ലാത്തവരെ തവസ്സുൽ ചെയ്തിട്ട് ദുആ ഇല്ല. അല്ലാഹു അല്ലാത്തവരെ ഇസ്തിഗാസ ചെയ്തിട്ട് ദുആ ഇല്ല. അല്ലാഹു അല്ലാത്തവരെ സഹായിയാക്കിയിട്ട് ദുആ ഇല്ല. അല്ലാഹു അല്ലാത്ത ഷഫീആക്കിയിട്ട് ദുആ ഇല്ല. ഇതെല്ലാം അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കുറച്ച് കാണല. അല്ലാഹ് മാത്രം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഇസ്സത്തിനെ വകച്ചു കൊടുക്കലാവുള്ളൂ. അല്ലാഹുണ്ട്, ഒന്നിച്ച് പലരുമുണ്ടെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കുറച്ച് കാണല. ഇതാണ് അംബിയാ മുർസലീങ്ങൾ അതാത് കാലഘട്ടത്തിലെ ജനങ്ങളോട് പറഞ്ഞ വിഷയം. എങ്കിൽ പിന്നെ ബലമായൊരു സംശയം കിടക്കുന്നു. ഇത്രയും ശക്തമായിരുന്നു അംബിയാ മുർസലീങ്ങളുടെ നിലവാരമെങ്കിൽ ലോകത്ത് ശിർക്കുണ്ടായത് എങ്ങനെയാണ്? അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് ആദമിനെ അയച്ചവർ. അല്ലാഹു അല്ലാത്തൊരാളെ ആദമിന് പരിചയമില്ല. അല്ലാഹു അല്ലാത്തൊരു ശക്തിയെ ആദമിന് പരിചയമില്ല. അല്ലാഹു അല്ലാത്തൊരു വ്യക്തിയെ ആദമിന് പരിചയമില്ല. ആദം ഹവ്വ ആകാശത്തിൽ നിന്ന് വന്നവർ, അള്ളാന്റെ ഏർപ്പാടുകൾ നേരിട്ട് കണ്ടവർ. തീർച്ചയായിട്ടും ആദമിനും ഹവ്വാക്കും മനസ്സിൽ അല്ലാഹു അല്ലാത്ത ഒരാള് കടന്നു വരുന്ന പ്രശ്നമേ ഇല്ല. കാരണം അഭൗതിക ലോകത്ത് നിന്നെല്ലാം കണ്ടു വന്നാല് ഈ ഭൗതിക ലോകത്തിന്റെ നാശം കണ്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നു. അത്ര വ്യക്തവും സ്പഷ്ടവുമല്ലേ ആദമിന്റെ ജീവിതം? എങ്കിൽ പിന്നെ ഇത്ര കൊടിയ ശിർക്കുകൾ 1,24,000 അംബിയാ മുർസലീങ്ങളെ അയക്കാൻ മാത്രം, 313 മുർസലീങ്ങളെ അയക്കാൻ മാത്രം ഈ ഭൂമിയിൽ ഇത്ര വലിയ ശിർക്ക് കൊടികുത്തി വാഴിയത് പിന്നെ എങ്ങനെയായിരുന്നു? ഈ ശിർക്കിന്റെ ആവിർഭാവം എന്താ? തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമുക്ക് മനസ്സിലായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിൽ നിന്ന് കൊണ്ടുവന്നത്, ഹവ്വ ആകാശത്തിൽ നിന്ന് കൊണ്ടുവന്നത്, ആകാശത്തിന്റെയും ഭൂമിന്റെയും റബ്ബായ അല്ലാഹു നേർക്കുനേരെ ഖലഖതു ബിയദയ്യ എന്ന് പറഞ്ഞ അല്ലാഹു തആല ആദമിന്റെ നിർമ്മാണത്തെ പറ്റി ഖലഖതു ബിയദയ്യ എന്നെ 2 കൈകൊണ്ടാണ് ഞാൻ ആദമിനെ പടച്ചത് എന്ന് പറഞ്ഞ അല്ലാഹു തആല. വനഫഖ്തു ഫീഹി മിർ റൂഹി എന്റെ റൂഹാണ് ഞാൻ ആദമിന് ഊതി എന്ന് പറഞ്ഞ അല്ലാഹു തആല. ഇത്രയും വ്യക്തവും സ്പഷ്ടവുമാണ് ആദം ഹവ്വ ദമ്പതിമാരുമായിട്ട് അല്ലാഹുവിന്റെ ഇടപെടൽ. അത്രമാത്രം അല്ലാഹു പിന്നെ അർശിന്റെ ചുറ്റുപാടുകൾ, ആകാശത്തിന്റെ ഏർപ്പാടുകൾ, മലക്കുകളുടെ ഏർപ്പാടുകൾ, ശൈത്താന്റെ ദുഷിച്ച കെണികൾ, ശൈത്താന്റെ ദുർമന്ത്രങ്ങള്, അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഏർപ്പാടുകള്, ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചു വന്ന ആദം വന്ന ഉടനെ തന്നെ അല്ലാഹു തആല നബിത്വത്തിന്റെ പട്ടം കൊടുത്തു. ഇല്ലേ? എന്തിനാണ് നബിത്വത്തിന്റെ പട്ടം? അംഗീകരിച്ചതൊന്നും പാഴായി പോകാതിരിക്കാൻ, വിശ്വസിച്ചതൊന്നും തെറ്റിപ്പോകാതിരിക്കാൻ, അംഗീകരിച്ചതൊന്നും മാറിപ്പോകാതിരിക്കാൻ, അല്ലാഹുവിന്റെ വഹദാനിയത്തെ പറ്റിയുള്ള അംഗീകാരം, ആ അംഗീകാരം നിരന്തരമായി പറഞ്ഞും കേട്ടും മനസ്സിൽ അല്ലാഹുവിന്റെ വഹദാനിയത്തിൽ ഉറപ്പുണ്ടാക്കാൻ,
അള്ളാഹു അല്ലാത്ത ശക്തികളിലേക്ക്, വ്യക്തികളിലേക്ക്, വസ്തുക്കളിലേക്ക്, മരിച്ചുപോയവരിലേക്ക്, അതേപോലെ ജീവിച്ചിരിക്കുന്നവരിലേക്ക് മാലായക്കെതിർവാലായി അള്ളാഹു താല കൊടുത്തിട്ടില്ലാത്ത കഴിവുകൾ ആശ്രയിക്കാൻ, എന്നിട്ടാതി കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള ബോധനവും നിരന്തരമായ ഇടപെടലുമാണ് ആദമിന്റെ നുവ്വത്തോട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആദമിനെതിരെ നുവ്വത്ത്. സാധാരണ നമ്മൾ എന്താ പറയുക, നബിമാർ എന്ന് പറഞ്ഞ ആൾക്കാർ ചീത്തയാകുമ്പോൾ നന്നാക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ആണോ? അല്ല. ആൾക്കാർ ചീത്തയാകുമ്പോൾ നന്നാക്കാൻ പറ്റില്ല, നബിമാരുടെ ജോലിയല്ല. അല്ലാഹു തആല നുവ്വത്ത് കൊടുക്കുന്നത് നിലവിലുള്ള ആൾക്കാരുടെ ഈമാൻ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുമായിട്ടാണ് നബിമാര് വരുന്നത്. ഇസ്തിഖാമത്തിന്റെ പരിശ്രമമാണ്. അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിച്ചവർക്ക് നിരന്തരമായ ബോധനങ്ങൾ നൽകി, നിരന്തരമായ ക്ലാസുകൾ നൽകി. അല്ല മാത്രം അള്ളാഹ് വെച്ചവരെ ആരെയും കൂട്ടിപ്പോകരുത്, മരിച്ചവരെ പ്രത്യേകമായിട്ട് കൂട്ടിപ്പോകരുത്, അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്, ശിർക്കിന്റെ ഉദ്ഘാടനം മരിച്ചവരിലൂടെയാണ് എന്ന് നിരന്തരമായി മക്കൾക്ക് ബോധനം കൊടുക്കാനുള്ള അധികാരമാണ് നുബുവത്തിലൂടെ ആദമിന് അല്ലാഹു തആല കൊടുത്തത്. നല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആദം വരുമ്പോൾ ലോകത്ത് ജനങ്ങളില്ല എന്നുള്ള കാര്യം. ആദമും ആദമിന്റെ ഭാര്യയും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ നബിയായത് ആദമ്? ആദമിന് ആകെ 41 മക്കളെ ഉണ്ടായിട്ടുള്ളൂ. 21 ആമക്കളും 20 പെമ്മക്കളും, അത്രയേ ഉള്ളൂ ആദം നബിന്റെ നേർക്ക് നേരെ സന്താനങ്ങൾ. ബാക്കിയെല്ലാം പേരക്കുട്ടികളാണ് പിന്നെ ഉണ്ടായത്. അപ്പോഴൊക്കെ ആദം നബി വഫാത്തായി പോവുകയും ചെയ്തു. പിന്നെന്തിനാ ആദം നബി നബിയായിട്ട് വന്നത്? അല്ലാഹു തആല ആദമിനും ഹവ്വാക്കും മക്കൾക്കും നൽകിയ വഹദാനിയത്ത് പോർലേൽക്കാതെ സംരക്ഷിക്കാനുള്ള ബോധനത്തിനാണ് അല്ലാഹു തആല ആദമിനെ നബിയാക്കിയത്. അതുകൊണ്ടാണ് ആദം റസൂലാവാതിരുന്നത്. ആദം റസൂലല്ല, ആദം നബി മാത്രമാണ്. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂലിന്റെ ഉത്തരവാദിത്തമാണ് ജനം വളഞ്ഞ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, ട്രാക്ക് തെറ്റി ഓടുമ്പോൾ അവരെ നേരെ ചൊവ്വെ ട്രാക്കിലാക്കാന്നുള്ള ജോലി റസൂലിന്റെ ഉത്തരവാദിത്തമാണ്, നബിന്റെ ഉത്തരവാദിത്തമല്ല. നബിമാർ അള്ളാഹുവിൽ നിന്ന് വഹയ്യ കിട്ടുന്നവർക്ക്, പക്ഷെ അവരുടെ ഈമാൻ നിലനിർത്താനുള്ള വഹയ്യാണത്, അവരുടെ കുടുംബത്തിന്റെ ഈമാൻ നിലനിർത്താനുള്ള വഹയ്യാണത്. വലം യുമർ ബിത്തബ്ലീഗിഹി, മാലോകരോട് തബ്ലീഗ് ചെയ്യാൻ നബിമാരോട് കൽപ്പനയില്ല. പൊതു ദൈവത്തിന്റെ ഉത്തരവാദിത്തം നബിമാർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അവരെ ഏൽപ്പിക്കപ്പെട്ട സമൂഹത്തിന്റെ ഈമാൻ ഭദ്രമായി സംരക്ഷിക്കാനുള്ള ബോധനങ്ങൾ കൊടുക്കാനും, നിരന്തരമായി അള്ളാന്റെ വഹദാനിയത്തിനെ പറ്റി പറഞ്ഞു അള്ളാഹു അല്ലാത്തവരിലേക്ക് മനസ്സ് നീങ്ങാതെ മരിക്കുന്നവരെ കാക്കാനും, മരിച്ചിട്ട് ഈ കലിമയുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കാനുമാണ് അല്ലാഹു തആല നബിമാരെ അയച്ചത്. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. ആദം നബിക്ക് മക്കളും മക്കളുമായി പേരക്കുട്ടികൾ ഉണ്ടായി. ശൈത്താൻ ആ മക്കളിൽ പ്രവേശിച്ചു. അത് അള്ളാഹുവിന്റെ വഅദയാണ്. അല്ലാഹു തആല ശൈത്താനുമായിട്ടുള്ള സംഭാഷണം സൂറത്ത് ഖുർആൻ ശരീഫിൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാതിരിക്കാൻ കാരണം അത് പറഞ്ഞാൽ ആ സമയം മുഴുവൻ അതുകൊണ്ട് ചെലവാകും. അതൊരു ദിവസം പൂർണ്ണമായിട്ട് പറയേണ്ട വിഷയമാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അത് അന്ന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ശത്രുതയാണ്. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയത് റബ്ബി അൻസിർനി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ നീ എന്നെ ബാക്കിയാക്കണം, സ്വർഗ്ഗത്തിൽ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. ആദമിന് സുജൂദ് ചെയ്യുന്ന പ്രശ്നമില്ല, പക്ഷെ എനിക്ക് നിന്നോട് അപേക്ഷയുണ്ട്, ഇത്രയും കാലം നിന്നെ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ നീ എന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. അപ്പൊ ചോദിച്ചു, എന്തിനാണ് നിലനിർത്തുന്നത്? ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, ഈ ആദമിന്റെ മക്കളും സഞ്ചരിക്കുന്ന വഴിയിൽ ഞാൻ പതിയിരിക്കും. എന്നിട്ട് ഞാൻ അവരെ തെറ്റിക്കും, അവരെ മുമ്പിലൂടെ ഞാൻ കടക്കും, അവരെ പിറകിലൂടെ ഞാൻ കടക്കും, അവരുടെ ഇടത്തും വലത്തും ഞാൻ പ്രവേശിക്കും. വലാ തജിദു അക്തറഹും ശാകിരീൻ, ഈ ആദമിന്റെ മക്കൾ എല്ലാവരും നിനക്ക് നന്ദി കാണിക്കും, നീക്ക് തോന്നേണ്ട ഉറച്ചവനെ, വലിയ വിഭാഗത്തെയും കൊണ്ടേ ഞാൻ നരകത്തിലേക്ക് പോവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ, ശരി, നിനക്ക് ഞാൻ ആ വരം തന്നിരിക്കുന്നു, പക്ഷെ എന്റെ പ്രിയപ്പെട്ട അടിമകളെ നിനക്ക് കിട്ടുകയില്ല, എന്റെ മുഖ്ലിസുകളെ നിനക്ക് കിട്ടുകയില്ല, എന്റെ മുവഹിദുകളെ നിനക്ക് കിട്ടുകയില്ല. ഞാൻ മാത്രം എന്ന് പറഞ്ഞ് അടക്കുന്നവരെ ഞാൻ അല്ലാത്തവരിലേക്ക് കൊണ്ടുപോകാൻ നിന്നെ കൊണ്ടാവൂല, നീ നിന്റെ ശ്രമം നടത്തിക്കോളിൻ. അല്ലാഹു തആല പറഞ്ഞു വിട്ടതാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, രണ്ടും അള്ളാന്റെ വഴിയാണ്. ഹിദായത്തിന്റെ വഴി അള്ളാന്റെ, ഈമാന്റെ വഴി അള്ളാന്റേതാണ്, കുഫറിന്റെ വഴിയും അള്ളാന്റേതാണ്, ശിർക്ക് തൗഹീദിന്റെ വഴി അള്ളാന്റേതാണ്, ശിർക്കിന്റെ വഴി അള്ളാന്റേതാണ്. എന്താണ് വ്യത്യാസം? ഈമാനും ഹിദായത്തും പ്രചരിപ്പിക്കാൻ അള്ളാഹ് ഏൽപ്പിച്ചത് നബിമാരെയും മുസ്ലിങ്ങളെയുമാണ്. ലലാലത്തും ശിർക്കും
ശിർക്കും ബിദ്അത്തും പ്രചരിപ്പിക്കാൻ അല്ലാഹ് ഏൽപ്പിച്ചത് ശൈത്താനെയും. ഇത് രണ്ടും അല്ലാഹ് ഔദ്യോഗികമായി ഏൽപ്പിച്ചതാ. റസൂലിനെ ഹിദായത്തിന്റെ സന്ദേശവാഹകനാണെന്ന് വിശ്വസിക്കുന്ന അതേ രീതിയിൽ ശൈത്താൻ ലലാലത്തിന്റെ സന്ദേശക്കാരെന്ന് വിശ്വസിക്കൽ ഈമാനാണ്. ഒരാള് പ്രവാചകന്റെ റിസാലത്തിനെ നിഷേധിച്ചാൽ ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതേപോലെ ശൈത്താന്റെ ലലാലത്തിനെ നിഷേധിച്ചാൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവനും മുർത്തദ്ദാവും. കാരണം ശൈത്താന് ഖുർആന്റെ നസ്സ് കൊണ്ട് സ്ഥാപിക്കപ്പെട്ടാണ് ശൈത്താനും ശൈത്താന്റെ അദാവത്തും. ഏതുപോലെ ഖുർആൻ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടാണ് പ്രവാചകന്മാരും അവരുടെ റിസാലത്തും. നബിയും നുബുവത്തും റസൂലും റിസാലത്തും അംഗീകരിക്കൽ ഈമാനാണ്. ഇതേപോലെ ശൈത്താന്റെ മലാലത്തും അദാവത്തും അങ്ങനെ ഒന്നുണ്ടെന്ന് അംഗീകരിക്കൽ ഈമാനിൽപ്പെട്ടതാ. അത് നിഷേധിച്ചവൻ ഖുർആന്റെ നസ്സിനെ നിഷേധിച്ചതിന്റെ പേരിൽ കുഫറിലേക്ക് പോയവനാണ്. അത്ര വ്യക്തവും സ്പഷ്ടവുമാണ് ശൈത്താന്റെ ഇടപെടൽ. സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും, ലോകാവസാനം വരെ ഉണ്ടാകും. ഖിയാമത്ത് നാൾ അല്ലാഹുവിന്റെ ചോദ്യത്തിൽപ്പെട്ടതാണ്. അലം അൽഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അല്ലാഹു തആല രണ്ടാമത്തെ നബിയായ ശീസ് നബിക്ക് നുബുവത്ത് നൽകി. ആദം നബിന്റെ 21ാമത്തെ മോനാണ് ശീസ് നബി, നേർക്ക് നേരെയുള്ള മോൻ. ആദം നബിന്റെ നേരെ മോൻ, എന്നുവെച്ചാൽ മോന്റെ മോനല്ല എന്നർത്ഥം, നേരെ മോൻ. 21ാമത്തെ ആൺകുട്ടി. എന്തിന്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളായ മുവഹിദുകളും മുഖ്ലിസുകളുമായ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ ഇസ്തിഖാമത്ത് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലാഹുവിനെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ, അള്ളാന്റെ വഹദാനിയത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ, ആദമിന്റെ നുബുവത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ, ശീസിന്റെ നുബുവത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ, ആദമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ശരീഅത്തിൽ ഇല്ലാത്തൊരു കാര്യം ജീവിതത്തിൽ വന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് നന്മ തിന്മകളെ വേർതിരിക്കുന്നത്. നമ്മൾ വകയായിട്ട് നന്മകൾ ഉണ്ടാക്കാൻ പറ്റൂല, നന്മ പറയത് തിന്മ തീരുമാനിക്കാൻ പറ്റൂല. നന്മയും തിന്മയും മശ്റൂആ, ശരീഅത്തിലുള്ളതിന് മാത്രമേ നന്മ നന്മയായി കാണാവൂ, തിന്മ തിന്മയായി കാണാവൂ. ശരീഅത്തിന് വെളിയിലുള്ളത് ഒരിക്കലും നന്മയായിട്ട് നമുക്ക് കാണിക്കാൻ അധികാരമില്ല. നിസാരത്തിന്റെയും നുബുവത്തിന്റെയും കയ്യൊപ്പില്ലാത്തൊരു കാര്യം ശരീഅത്തിൽ വരാൻ പറ്റൂല. ഒരു കാര്യം ശരീഅത്തിലുണ്ടെങ്കിൽ മാത്രമേ ഇബാദത്താവുള്ളൂ. ഇബാദത്ത് സൽക്കർമ്മം എന്നതിനെ പറ്റി പറയണമെങ്കിൽ അത് ശരീഅത്തിലുണ്ടാവണം. ശരീഅത്തിലുണ്ടാവണമെങ്കിൽ റിസാലത്തിന്റെ കയ്യൊപ്പ് വേണം, ഒരു നബിന്റെ കയ്യൊപ്പ് വേണം. ഇല്ലാതെ ശരീഅത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഉദാഹരണം നമുക്കറിയാമല്ലോ, നമുക്ക് നന്നായിട്ടറിയാം. 1980കളിൽ ഒരു ശരീഅത്ത് സംവാദം പൊട്ടിപ്പുറപ്പെട്ടു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യ രാജ്യത്ത് ഒരു ശരീഅത്ത് സംവാദം പൊട്ടിപ്പുറപ്പെട്ടു 80കളിൽ ഷാബാനു കേസോടനുബന്ധിച്ച്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യവസ്ഥിതിയുണ്ടെന്നും എനിക്ക് സ്വന്തമായിട്ടൊരു നിയമ സംവിധാനമുണ്ടെന്നും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ എന്നെ സംബന്ധിച്ചോളം എളുപ്പമാണെന്നും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായത് ആ ശരീഅത്ത് സംവാദത്തിലൂടെയായിരുന്നു. ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഇസ്ലാമിക പ്രബോധന ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തി പകർന്ന ഒരു രംഗമായിരുന്നു ആ ശരീഅത്ത് സംവിധാനം, ശരീഅത്ത് സംവാദം. അല്ലാഹു തആല ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പിറകിൽ ഖൈറുകൾ ഉണ്ടാകും. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക വശർറു ലൈസ ഇലൈക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഷർറായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഷർറില്ല, നാമുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത് ഷർറാകുന്നത്. വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്ന് പറഞ്ഞാൽ അള്ളാഹ് എടുക്കുന്ന നടപടിക്രമങ്ങൾ നമുക്ക് ഖൈറായിട്ടും ഷർറായിട്ടും ഭരിക്കുമെന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് ഈമാൻ. എന്നാൽ അത് അള്ളാഹുമായിട്ട് ഷർറ് ചേരുകയില്ല. അള്ളാഹു തആല ഒരിക്കലും ഷർറിന് കൂട്ടുനിൽക്കുകയില്ല. അള്ളാഹുവിൽ നിന്ന് വരുന്ന ഒന്നും ഷർറായിരിക്കുകയില്ല, അതെല്ലാം ഖൈറായിരിക്കും. എന്തുണ്ടെങ്കിലും അത് ഖൈറായിരിക്കും. ഒരാൾക്ക് കണ്ണില്ല, തീർച്ചയ്ക്കും തീർച്ച ആ കണ്ണില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിനെയാണ് നമ്മൾ ഷർറെന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് കണ്ണ് കൊടുക്കാതിരുന്നത് അള്ളാഹുവിന്റെ അത് ഷർറല്ല, അത് വേറൊരു ഖൈറിന് വേണ്ടിയിട്ടാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജ്യേഷ്ഠന്മാരെല്ലാം കൂടി ബാപ്പാന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അത് ബാപ്പാക്കും മോനിക്കും ഷർറായിരിക്കാം, പക്ഷെ അള്ളാഹ്ക്ക് അത് ഷർറല്ല, വേറൊരു ഖൈറിലേക്കുള്ള പലായനമാണ്. യൂസുഫിനെ അവർ കെട്ടിക്കൊണ്ടുപോയി ഇട്ടു. യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഷർറ, പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചോളം ഷർറല്ല, അത് വേറൊരു ഖൈറിലേക്കുള്ള പലായനമാണ്. കെന്റിൽ നിന്ന് കച്ചവടക്കാർ യൂസുഫിനെ എടുത്തു, എന്നിട്ട് ഈജിപ്തിലെ ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റു. യൂസുഫിനെ സംബന്ധിച്ചോളം മനസ്സിൽ പ്രയാസമാണ്, ഷർറ. അള്ളാഹുവിനെ സംബന്ധിച്ചോളം അത് ഷർറല്ല, വേറൊരു ഖൈറിന്റെ തുടക്കമാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിൽ സുലൈഖാന്റെ കൊട്ടാരത്തിൽ അടിമയായിട്ട് കഴിഞ്ഞുകൂടേണ്ടി വന്നു. സുലൈഖ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ മെനക്കെട്ടു. യൂസുഫിനെ സംബന്ധിച്ചോളം ഷർറാൻ, അള്ളാഹിനെ സംബന്ധിച്ചോളം അത് വേറൊരു ഖൈറാൻ.
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജയിലിൽ കൊണ്ടുപോയിട്ടു. ജയിൽ വാസം യൂസുഫിന് ഒരു ബുദ്ധിമുട്ടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചോളം അതൊരു ഷർറല്ല, അത് വേറൊരു ഖൈറാണ്. അത് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദുനിയാവിൽ നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് നാം നമ്മുടെ ഹാലാത്തുകളെ വ്യവഹരിക്കേണ്ടത് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അള്ളാഹു തആലക്ക് ശരീഅത്ത് ബാധകമല്ല, നമുക്കാണ് ശരീഅത്ത് ബാധകം. നാം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ശരീഅത്തനുസരിച്ചായിരിക്കണം. അള്ളാഹു തആലക്ക് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ശരീഅത്ത് വേണ്ട. അവന്റെ ഖുദ്റത്തു ഖിയാമും ബിൻ നഫ്സ് എന്ന സിഫത്തും മതി. അവന്റെ കാര്യം സ്വന്തമായി ചെയ്യുന്നവനാ. ആരെങ്കിലും പുറത്തുനിന്നുണ്ടാക്കിയ ഒരു നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നവനല്ല. ഇതാണ് അല്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ നിന്ന് മോചിതനായി ഈജിപ്തിൽ അധികാരം ഏറ്റെടുത്തു. 14 കൊല്ലത്തെ റേഷൻ വകുപ്പ് ഏറ്റെടുത്തു. രാജാധികാരം കിട്ടി. ഈജിപ്തിന്റെ ഭരണാധികാരിയായി, സർവാധിപതിയായി. എല്ലാ അധികാരവും ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും അധികാരം എല്ലാം കൂടിയായി. അവസാനം ബാപ്പയും ഉമ്മയും മക്കളെല്ലാം കൂടിയിട്ട് യൂസുഫിനെ തിരിച്ചറിഞ്ഞു. ഈജിപ്തിലേക്ക് സ്ഥലം മാറി താമസിച്ചു. കൊട്ടാര തുല്യമായ താമസം, രാജകീയമായ പദവി. ഒരു ദിവസം ഉമ്മയും ബാപ്പയും 11 സഹോദരങ്ങളും കയറി വന്നപ്പോൾ, ബഹുമാനപ്പെട്ട യൂസുഫ് കയറി വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തലകുനിച്ച് സാഷ്ടാംഗം നമിച്ച് ബഹുമാനിച്ചപ്പോൾ ഉമ്മയും ബാപ്പയും 11 സഹോദരങ്ങളും ആ കൂട്ടത്തിൽ കൂടി. അപ്പം യൂസുഫ് പറഞ്ഞു, ഹാദാ തഅ്വീലു റുയായ ഖദ് ജഅലഹ റബ്ബി ഹഖ്ഖ. വർഷം 70 യൂസുഫ് നബി സ്വപ്നം കണ്ടിട്ട് വർഷം 60 കഴിഞ്ഞ് 70ാമത്തെ വർഷം. അപ്പൊ യൂസുഫ് പറഞ്ഞു, ഉപ്പാ, ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിലെ സൂര്യൻ ബാപ്പയായ നിങ്ങളാ. ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിലെ ചന്ദ്രൻ ഉമ്മയായ നിങ്ങളാ. ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിലെ 11 നക്ഷത്രങ്ങൾ ഈ കാണുന്ന 11 സഹോദരങ്ങളാ. നിങ്ങളെല്ലാം ഞാനാകുന്ന ഭരണാധികാരിയുടെ കീഴിൽ പ്രജകളായിട്ട് സുഖ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിന്റെ സുജൂദിന്റെ വ്യാഖ്യാനം ബാപ്പ. അത് അല്ലാഹു തആല എനിക്ക് പുലർത്തി തന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് നടന്നതെല്ലാം ഷർറല്ല ഖൈറാണെന്ന് ബോധ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട യൂസുഫ്. ഇതന്നെ നമ്മളെയും ജീവിതം. യൂസുഫ് കിസ്സ നമുക്ക് പറഞ്ഞത് കിസ്സപ്പാട്ടുണ്ടാക്കിയിട്ട് പാട്ടോടെ രസിക്കാനല്ല, കിസ്സപ്പാട്ടോടെ കാശുണ്ടാക്കി പള്ളിക്ക് മുന്നേറെ കെട്ടാനും അല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഷർറ് വന്നാലും ഖൈർ വന്നാലും, സുഖം വന്നാലും ദുഃഖം വന്നാലും, സമ്പത്ത് വന്നാലും ദാരിദ്ര്യം വന്നാലും, പട്ടിണി വന്നാലും ഐശ്വര്യം വന്നാലും, ആരോഗ്യം വന്നാലും രോഗം വന്നാലും, നീ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞു പോകരുത്. നീ നിന്നെ തന്നെ കുറ്റം പറഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ അടുത്ത നടപടി നീ കാത്തിരിക്കുകയാണ് വേണ്ടത്. അടുത്ത നടപടി തീർച്ചയായിട്ടും നിനക്ക് ഖൈറായിരിക്കും. ഇനി ഇവിടുന്ന് ഒന്നും ഇല്ലെങ്കിൽ കിട്ടേണ്ടടുത്ത് നിനക്ക് വണ്ണമായ രീതിയിൽ കിട്ടും. അതുവരെ നീ കാത്തിരിക്കണം. അവന്റെ പേരാണ് അബ്ദ്, അടിമ. ധൃതി കാണിക്കുന്നവൻ, ബേജാറാകുന്നവൻ, തൂങ്ങിച്ചാകുന്നവൻ, ഭ്രാന്തനാകുന്നവൻ, നാട് വിട്ടുപോകുന്നവൻ, എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നവൻ, മദ്യപിച്ച് ലക്ക് കെട്ടുന്നവൻ, സമനില തെറ്റുന്നവൻ, എല്ലാം നഷ്ടപ്പെട്ടിട്ട് തോന്നിവാസ്യമായിട്ട് ജീവിക്കുന്നവൻ ആ അള്ളാഹുവിന്റെ ഇടപെടലിനെ പറ്റി അറിയാത്തവനാ. അള്ളാഹു എന്റെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയെ പറ്റി അറിയാത്തവനാ. അള്ളാഹുവിനെ പറ്റി അറിഞ്ഞവർക്ക് ഒരിക്കലും മാനസിക രോഗമാകേണ്ടതില്ല, നാട് വിട്ടു പോകേണ്ടതില്ല, ആത്മഹത്യ ചെയ്യേണ്ടതില്ല, ഒരു തരത്തിലുള്ള എതിർക്കലുകളും ചെയ്യേണ്ടതില്ല. നേർക്ക് നേരെ അള്ളാഹുമായി ഇടപെട്ടോളുക. അള്ളാഹുവിന്റെ അടുത്ത നടപടി എന്താണ്? കാത്തിരിക്കുക. യൂസുഫ് കാത്തിരുന്നത് പോലെ അവസാനം ദുനിയാവിൽ തന്നെ അള്ളാഹു അത് പൂർത്തിയാക്കിയപ്പോൾ യൂസുഫ് സന്തോഷിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലാഹ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. അവസാന സമയത്ത് യൂസുഫ് നബി ദുആ ചെയ്യാൻ കാരണം അതാ. യൂസുഫ് നബിന്റെ ജീവിത പ്രയാണത്തിലുള്ള വിഷമങ്ങളെല്ലാം അവസാനം ഒരു ഖൈറിൽ കലാശിച്ചപ്പോൾ യൂസുഫ് നബി ഒരു വേള അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. ഏ അല്ലാഹ്, നീ എനിക്ക് രാജാധികാരം തന്നു. ഏ അല്ലാഹ്, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. ഏ അല്ലാഹ്, എനിക്ക് എല്ലാം നീ ചെയ്തു തന്നു. തീർന്നു പോയല്ലോ അല്ലാഹ്. ഇല്ല, എനിക്ക് നാളത്തേക്കും കൂടി വേണം. തവഫനി മുസ്ലിമ, എന്നെ നീ മരിപ്പിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നാളെ നീ സാലിഹീങ്ങളോടൊപ്പം എന്നെ ചേർത്തിരിക്കുകയും ചെയ്യണം. എന്നാലേ ഈ ഖൈർ പൂർത്തിയാവുള്ളൂ അല്ലാഹ്. അല്ലെങ്കിൽ ഇവിടെ മാത്രം കിട്ടിയ നാളെ കിട്ടാണ്ടായിപ്പോന്ന് പേടിയുണ്ടല്ല. ഇതാണ് അദ്വാന്റെ ധ്വനി. ഈ രീതിക്ക് നാം അള്ളാഹുവിനെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടിപ്പിക്കാൻ ശ്രമിക്കണം. ഇവിടെയാണ് അള്ളാന്റെ വഹദാനിയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക. അള്ളാഹു മാത്രം എന്ന പ്രയോഗം ഹരമായി മാറുക. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. അദ്ദുആഉ ബുഖുൽ ഇബാദ, ഇബാദത്തിന്റെ മജ്ജയാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്നതിന്റെ പേരാണ്. അതിൽ ഏറ്റവും വലുത് ദുആ. ഇബാദത്തിൽ 1-ാം നമ്പർ ദുആ. എന്തുകൊണ്ട്? അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആക്ക് തഫ്സീർ തന്നെ ഇബാദത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, ഹജ്ജിനേക്കാൾ, സക്കാത്ത് സദഖകളേക്കാൾ, നേർച്ചയേക്കാൾ, ബലിയറുക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് മാത്രമാക്കി തീർക്കേണ്ട അമലുകളിൽ വെച്ച് ഏറ്റവും അഹമ്മായത്, ഏറ്റവും അക്മലായത് ദുആ. അതിനൊരു
അതേപോലെ ഷൈത്താൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഷൈത്താൻ കൂടുതൽ ഇടങ്ങാറാക്കൂല, നോമ്പിന്റെ കാര്യത്തിൽ ഷൈത്താൻ അള്ളാഹു അല്ലാത്തവരെ പരിചയപ്പെടുത്തി തരൂല, ഈ കാര്യത്തിലൊന്നും ഷൈത്താൻ കൂടുതൽ വിഷമിപ്പിക്കൂല. ഷൈത്താൻ മോമിനീങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നത് ദുആ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ദുആ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട്? അള്ളാഹു തആല പറഞ്ഞത് ദുആയാണ് ഏറ്റവും വലുത്. ദുആയാണ് ഇബാദ. അദ്ദുആ ഹുവൽ ഇബാദ. ദുആ തെറ്റിയാൽ എല്ലാം തെറ്റുമെന്ന് ശൈത്താൻ അറിയാം. ദുആ പാളിയാൽ എല്ലാം പാളുമെന്ന് ശൈത്താൻ അറിയാം. ദുആ അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുമ്പോൾ ക്രമേണ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ തുടങ്ങും, പിന്നെ ആട്ടി നടക്കാൻ തുടങ്ങും, പിന്നെ കാര്യങ്ങൾ നേർച്ചയാക്കാൻ തുടങ്ങും, പിന്നെ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കാൻ തുടങ്ങും, പിന്നെ ഉള്ളതെല്ലാം പിന്നെ പോയി അള്ളേ ഇല്ല, അവസാനം ജാറ മാത്രമായി വരും. ഇതെല്ലാം തുടക്കം ദുആ അല്ലാഹു അല്ലാത്തവരിലേക്കായിരുന്നു. അതാണ് കാരണം. ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു. മൂന്നാമത്തെ നബിയായിട്ട് ഇദ്രീസ് നബി വന്നു. മൂന്നാമത്തെ നബിയായിട്ട് ഇദ്രീസ് നബി വന്നു. ഇപ്പോഴൊന്നും ലോകത്തൊരു മതം നിലവിലില്ല. തൗഹീദ് അല്ലാത്ത വേറൊരു വിശ്വാസ പ്രമാണം നിലവിലില്ല. ശരീഅത്തല്ലാത്ത വേറൊരു വ്യവസ്ഥിതിയില്ല. ഇസ്ലാം അല്ലാത്ത വേറൊരു ദീനില്ല. ആദം നബിന്റെ മക്കൾക്കോ മക്കളെ മക്കൾക്കോ അല്ലാഹു അല്ലാത്ത ആരെയും പരിചയമില്ല. അന്ന് പറയുന്നവരാരും ഇത് അംഗീകരിച്ചേരുകയും ചെയ്യും. കാരണം ഈ കാലഘട്ടത്തിലൊന്നും ഈ പറയുന്ന ജാറങ്ങളോ ഈ പറയുന്ന ഔലിയാക്കളോ ഈ പറയുന്ന മശായിഖുകളോ ഇതൊന്നും ഈ ആദമിന്റെ മക്കൾക്കോ പരിചയമില്ല. പിന്നെ എപ്പോൾ വന്നു ഇത്? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കാരണം മഹാഭൂരിപക്ഷം അതിന്റെ പിറകില. സാധാരണ തൗഹീദിന്റെ പ്രബോധകന്മാർ, ഈമാന്റെ പ്രബോധകന്മാർ ലാ ഇലാഹ എന്ന ഉലൂഹിയത്തിലേക്കുള്ള ദഅവത്ത് പറയുമ്പോൾ മുഖ്യമായിട്ട് ജാറങ്ങളെ കാണുന്നു. നമ്മളൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇവരെ ജാറങ്ങളെ പിടികൂടുന്നത്, ജാറങ്ങൾ എന്താ ഇത്ര അലർജി എന്നൊക്കെ നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമായിരുന്നു. എന്ന കാര്യത്തിന്റെ ഗൗരവത്തിലേക്ക് കടന്നപ്പോൾ ഇന്ന് ലോകത്ത് നിലവിലുള്ള കോടിക്കണക്കിന് വരുന്ന ശിർക്കുകളുടെ കേന്ദ്രം ജാറമാണെന്ന് കാണാവുന്നതാ. അതിലേക്കാണ് നിങ്ങളുടെ ചരിത്രത്തിലൂടെ ഞാൻ കൊണ്ടുവരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഗൗരവമായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം, ആവർത്തിച്ച് മനസ്സിലാക്കണം. മൂന്നാമത്തെ നബിയായ ഇദ്രീസ് നബി വന്നു. ഇദ്രീസ് നബിയും റസൂലല്ല. ആദം നബി റസൂലല്ല, നബിയാൻ. ശീസ് നബി റസൂലല്ല, നബിയാൻ. ഇദ്രീസ് നബി റസൂലല്ല, നബിയാൻ. എന്തുകൊണ്ട്? റസൂലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട്. എന്താണ് ആവശ്യമില്ലാത്തത്? ജനങ്ങൾ മുഴുവനും മുവഹീദീങ്ങളാ. അതുകൊണ്ട് ശിർക്ക് എന്താണെന്ന് അവർക്ക് പരിചയപ്പെട്ടു തുടങ്ങിയിട്ടില്ല. ഈ മൂന്ന് നബിമാരുടെയും മക്കൾ, ആദമിന്റെ മക്കൾ, മക്കളെ മക്കൾ, പേരക്കുട്ടികൾ, 4, 5, 6 തലമുറകൾ, ഇവർക്കാർക്കും ശിർക്ക് പരിചയമില്ല. ശിർക്ക് നിലവിൽ വന്നിട്ടില്ല. വഹദാനിയത്ത് മാത്രമേ നിലവിലുള്ളൂ. അവർക്ക് അല്ലാഹ് മാത്രമേ അറിയാവൂ. ഈ ആദം നബിന്റെ ശരീഅത്തും അറിയാം. അല്ലാഹു മാത്രം അവളെ അഭയം. ആദം നബിന്റെ ശരീഅത്ത് അഅ്മാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദം നബിയുല്ലാഹ്. 6 ശരീഅത്താണ് ലോകത്താകെ ഉണ്ടായത്. ഒന്ന് ആദമി ശരീഅത്താണ്, രണ്ടാമത്തത് നൂഹി ശരീഅത്താണ്, മൂന്നാമത്തത് ഇബ്രാഹിമി ശരീഅത്താണ്, നാലാമത്തത് മൂസ ശരീഅത്താണ്, അഞ്ചാമത്തത് ഈസ ശരീഅത്താണ്, ആറാമത്തത് മുഹമ്മദി ശരീഅത്താണ്. മുഹമ്മദി ശരീഅത്ത് വരവോടെ മേൽപ്പറയപ്പെട്ട 5 ശരീഅത്തും ദുർബലമാക്കപ്പെട്ടു. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു നബിയില്ല, മുഹമ്മദ് നബിക്ക് ശേഷം ഒരു റസൂലില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയ ശരീഅത്തും ഇല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ എന്തെല്ലാം വ്യവസ്ഥിതികൾ വരുന്നോ അത് ഇബാദത്താകണമെങ്കിൽ ശരീഅത്തിനുണ്ടാവണം, ശരീഅത്താകണമെങ്കിൽ മുഹമ്മദി റിസാലത്തിന്റെ കയ്യൊപ്പുണ്ടാവണം. ഇവിടെയാണ് ഞാൻ ഇടയ്ക്ക് ശരീഅത്ത് സംവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചത്. ഒരു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ. അന്ന് ഷാബാനു എന്ന് പറഞ്ഞൊരു സ്ത്രീയെ, ആ സ്ത്രീയുടെ ഭർത്താവ് തലാഖിയല്ലി. ഇന്ത്യക്കാരിയാണ്, വടക്കേ ഇന്ത്യക്കാരിയാണ്. അവർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ചെലവിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലെ ഷാബാനു കേസ് സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ചു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് പേഴ്സണൽ ലോ ഉണ്ട്. ശരീഅത്തനുസരിച്ചുള്ള വിധികൾ, വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം എന്നിത്യാദി കാര്യങ്ങളിൽ ശരീഅത്തനുസരിച്ച് വിധി കൽപ്പിക്കാവുന്നതാണ്. അങ്ങനൊരു ബില്ല് ബ്രിട്ടീഷുകാരന്റെ കാലത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമം. ഈ നിയമത്തെ വെച്ചുകൊണ്ടാണ് ഷാബാനു സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. 1980-കളിൽ. ചെറിയ കുട്ടികൾക്ക് അറിയില്ല, വലിയവർക്കൊക്കെ അറിയാതിരിക്കാം.
സുപ്രീം കോടതി ഷാബാനുവിന് ചെലവ് കൊടുക്കേണ്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിധി പ്രസ്താവിച്ചു. ആ വിധി ഇങ്ങനെയാണ്. സൂറത്തുൽ ബഖറയിൽ, ഖുർആന്റെ സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ട്. അള്ളാഹു പറഞ്ഞിട്ട് വരിൽ മുത്തല്ലഖാത്തി മതാഉ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ബാധ്യത എന്ന നിലയ്ക്ക് വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിന് മത്താ ഉണ്ട്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, ഷാബാനുവിനെ തലാക്ക് ചൊല്ലിയ ഭർത്താവ് ഒന്നിക്കൽ ഷാബാനു മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഷാബാനു മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ ഈ ഭർത്താവ് തലാക്ക് ചെലവ് കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇത് ശരീഅത്തിലുണ്ട്. ഖുർആൻ ഷരീഫിന്റെ ഒരു ആയത്ത് ഓതിയിട്ട് വ്യാഖ്യാനിച്ചു. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇത് ഈ വിധിക്കെതിരായിട്ട് തിരിഞ്ഞു. കാരണം ശരീഅത്തിൽ അങ്ങനെ ഒരു വിധിയില്ല. ശരീഅത്തിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിന് മത്തായ ഒരു സമ്മാനമാണ്, പിന്നെ ഇദ്ദ കഴിയുന്നത് വരെയുള്ള ചെലവും. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെന്ന ശരീഅത്തിലുള്ളത്. റസൂലുള്ളാഹിന്റെ കയ്യൊപ്പുള്ള ശരീഅത്തിലെ വ്യവസ്ഥക്കെതിരായി ഒരായത്തോതി സുപ്രീം കോടതിയിലെ ജഡ്ജി വിധി പ്രഖ്യാപിച്ചപ്പോൾ ശരീഅത്തിനെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന, സ്വന്തം ആത്മാവിനേക്കാൾ സൂക്ഷിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. മുസ്ലിമീങ്ങൾ ആ വിധിയായിട്ട് രംഗത്തിറങ്ങി. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഈ ശരീഅത്ത് സംവാദം പൊട്ടിക്കീറി. അത് ഭയങ്കരമായ ഒരു പ്രശ്നങ്ങളായി മാറി. അന്ന് രാജീവ് ഗാന്ധി രാജ്യം ഭരിക്കുന്ന കാലമാണ്. അന്നത്തെ വിധിയിൽ UDF അത് വോട്ടാക്കി മാറ്റാനും LDF ശരീഅത്തിനെ കൊല്ലാനും വേണ്ടി ഉപാധിയാക്കി മാറ്റിയതിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ സംഭവം. ഡോക്ടർ മന്ത്രി ZR അൻസാരി അടക്കം കേരളം മുഴുവനും, കർണാടക, കേരള, തെക്കൻ കേരളം, ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് ശരീഅത്ത് സംവാദം നമുക്ക് വിശദീകരിച്ചെന്ന ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. മഹാനായ അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാഹ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഉലമാന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം ശരീഅത്താണ് വിഷയം. അത് രാഷ്ട്രീയക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല, ഉലമാക്കൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. പലരും ധരിക്കുന്നത് പോലെ ഇസ്ലാമിക വ്യവസ്ഥിതി ജാഹിലിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. വൻകിട റിയൽ എസ്റ്റേറ്റുകാരും വൻകിട വ്യവസായക്കാരും ദീനുൽ ഇസ്ലാമിന്റെ തലപ്പത്തിരിക്കുന്ന ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ചരിത്രത്തെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലത്താണ് ഉലമാക്കളുടെ നാക്കിന് കൂച്ചുവിലങ്ങിട്ടിട്ട് വ്യവസായികൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് വന്നത്. അവരുടെ തലപ്പത്ത് വന്നത് എന്തിനാ? ജഹാലത്തിലൂടെ നേതൃത്വം സ്ഥാപിച്ചെടുത്ത് അവരെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ, ഇസ്ലാമിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉലമാക്കൾ ഉള്ളതുപോലെ പറയും. അതുകൊണ്ട് അവരുടെ നാക്കിന് കൂച്ചുവിലങ്ങിട്ടിട്ട് അവരെ മാറ്റി നിർത്തുക. എന്നിട്ട് വൻകിട റിയൽ എസ്റ്റേറ്റുകാരും വൻകിട വ്യവസായികളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചുക്കാനേറ്റെടുത്താൽ അവരെ താല്പര്യത്തിനനുസരിച്ച് നല്ല പിള്ള ചമഞ്ഞ് വ്യവസായ വ്യാപാര രംഗത്ത് വികസിച്ച് അത്യാവശ്യമൊക്കെ ഹറാം ഹലാലാക്കി, ഹലാൽ ഹറാമാക്കി ജീവിക്കാനൊക്കെ സാധിക്കും. ഇത് അമവി രാജകുടുംബത്തിന്റെ ശൈലിയാണ്. മർവാൻ രാജാവിന് രാജാധികാരം ഉപയോഗിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന സമയം ദൈവത്തിന്റെ ജോലിയും രാജാവിന്, ഇസ്ലാമിന്റെ ജോലിയും രാജാവിന്, രാജ്യം ഭരിക്കുന്ന ജോലിയും രാജാവിന്, അങ്ങനെ രാജാവായി സുഭിക്ഷമായി ജീവിക്കുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ പോലെയുള്ള പണ്ഡിതന്മാർ രാജാധികാരത്തിന്റെ ദുഷിച്ച പോക്കിനെതിരായിട്ട് ശബ്ദിച്ചു. അപ്പോഴാണ് മർവാൻ രാജാവ് ഓർഡർ കൊടുത്തത്, അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ ചേർന്നിട്ടില്ലാത്ത സുന്നത്തും ശിർക്ക് ചേർന്നിട്ടില്ലാത്ത ഈമാനും പറഞ്ഞു കൊടുക്കുന്നവരെ നാക്കിന് കൂച്ചുവിലങ്ങിട്ട് അവരെ ശബ്ദത്തെ അടക്കി നിർത്തി അങ്ങനെ ഏർപ്പാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രസ്ഥാനത്തിനും ഈ ജീർണത ബാധിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം മുജാഹിദ് പ്രസ്ഥാനമായാലും ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനമായാലും തബ്ലീഗ് പ്രസ്ഥാനമായാലും വൻകിട റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ കളിപ്പാവയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് അപകടമാണ്. ഒരു ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തെ നാം പ്രതീക്ഷിക്കണം. ഈ അമവി കാലഘട്ടത്തിന്റെ കൂച്ചുവിലങ്ങ് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ രണ്ടാമൻ രംഗത്ത് വന്നത്. അതോടുകൂടി ഇസ്ലാമിക ദഅവത്തിന്റെ നല്ല കാലം തെളിഞ്ഞു. ഇത് ചരിത്രത്തിന്റെ പോക്കാണ്. എന്നും ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഈ ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ ഉണ്ടാവും. ആ സമയത്ത് നാം നിരാശരാവരുത്. ഒരു നല്ല കാലഘട്ടത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടും മുന്നോട്ട് പോകാതിരിക്കണം നമ്മുടെ ഉത്തരവാദിത്തം. നാം വ്യക്തിഹത്യകൾ നടത്താനോ അല്ലെങ്കിൽ ക്രൂശനങ്ങൾ നടത്താനോ പോകാതെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജോലി ഇഖ്ലാസ്. എന്താണ് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജോലി? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അല്ലാഹുവിന്റെ വഹദാനിയത്ത് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ അബ്ദുല്ലാഹി വ റസൂലു, മുഹമ്മദ് അല്ലാഹുവിന്റെ അബ്ദും അല്ലാഹുവിന്റെ റസൂലുമാണ്. ആ റിസാലത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം.
ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി റഹ്മഹുല്ലാ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ശരീഅത്ത് സംവാദം പൊട്ടിക്കീറിയ സമയം ഉലമാഇന്റെ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ വരും വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ ഉലമാക്കളെല്ലാം കൂടി ഒരു പൊതുസഭ ഉണ്ടാക്കുകയും അതിനെതിരായിട്ട് ശബ്ദിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഇന്ത്യൻ രാഷ്ട്രീയ നിര ഉണർന്നു. ശരീഅത്ത് സംവാദം ഒരു വഴിത്തിരിവുണ്ടാകാൻ പോവുകയാ. അല്ലാഹുവിന്റെ ദീനിന് മാർക്കറ്റ് വരാൻ പോവുകയാ. മുഹമ്മദി ശരീഅത്തിന് മാർക്കറ്റ് വരാൻ പോവുകയാ. ലോകാടിസ്ഥാനത്തിൽ ശരീഅത്തിന് അഡ്രസ് വരാൻ പോവുകയാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരീഅത്ത് സംവാദം അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഉലമാക്കള് ഒരു വിവാഹമോചനം, അനന്തരാവകാശം എന്നിത്യാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിയമ ബില്ലുണ്ടാക്കി. ആ ബില്ല് ചൂടോടുകൂടി പാർലമെന്റിൽ പാസാക്കി. ആ പാസാക്കിയെടുത്തു. ശരീഅത്ത് സംവാദം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിനെതിരായിട്ട് ശബ്ദിച്ചത്? നമ്മളെ കേരളത്തെ സംബന്ധിച്ചോളം എല്ലാ സംഘടനകളും, അന്ന് സമസ്ത ഒന്നേ ഉള്ളൂ, രണ്ടില്ല. സമസ്ത, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ദക്ഷിണ എല്ലാ പ്രസ്ഥാനക്കാരുടെയും ഉലമാക്കൾ ഒത്തൊരുമിച്ചു കൂടി ശബ്ദിച്ചു. എന്തുകൊണ്ട്? ശരീഅത്തിലില്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല. റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്തൊരു കാര്യം ശരീഅത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉമ്മത്ത് വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇതാണ് നമ്മൾ അവിടെ കണ്ടത്. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വേറൊരു കാര്യത്തിലേക്ക് തിരിക്കുക. ആരാണ് റബിയുൽ അവ്വൽ മാസവുമായിട്ട് നബി തങ്ങളുടെ ജന്മദിനത്തെ ബന്ധിപ്പിച്ചത്? ഏത് ശരീഅത്തിലാ? റബിയുൽ അവ്വൽ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഉമ്മത്തിനെ അറിയിച്ചത് ആരാ? റസൂലുള്ളാഹി തങ്ങളുടെ കയ്യൊപ്പ് ഈ ശരീഅത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? റമദാൻ മാസത്തിന്റെ ബഹുമാനം ശരീഅത്തിലുണ്ട്, നുബുവത്തിന്റെ കയ്യൊപ്പുണ്ട്. മുഹറം മാസത്തിന്റെ ബഹുമാനം ശരീഅത്തിലുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുണ്ട്. ദുൽഹജ്ജ് മാസത്തിന്റെ ബഹുമാനം ശരീഅത്തിലുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുണ്ട്. ശഅബാൻ മാസത്തിന്റെ ബഹുമാനം ഒരു മാസം എന്ന നിലക്ക് ശരീഅത്തിലുണ്ട്, അതിന് റിസാലത്തിന്റെ കയ്യൊപ്പുണ്ട്. റജബ് മാസത്തിന്റെ ബഹുമാനം ശരീഅത്തിലുണ്ട്, അതിന് റിസാലത്തിന്റെ കയ്യൊപ്പുണ്ട്. അല്ലാഹു തആല ആവശ്യമുള്ള മാസങ്ങളെയൊക്കെ അഷ്റഫുൽ ഖൽഖിന്റെ നാക്കിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളിലൊന്നും റബിയുൽ അവ്വൽ മാസം സ്പർശിച്ചതായിട്ട് നമുക്ക് കാണാൻ ഒരൊറ്റ തെളിവ് പോലും ഹാജരാക്കാൻ കഴിയില്ല. ഈ മാസങ്ങളുടെ കൂട്ടത്തിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ് റബിയുൽ അവ്വൽ എന്ന് വരുത്തി തീർക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ആകെയുള്ള തെളിവ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി 600 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇറാഖിലെ ഒരു രാജ്യം ഭരിച്ച മുളഫർ എന്ന് പറഞ്ഞൊരു രാജാവ് അനുയായികളെ ബോധ്യപ്പെടുത്താൻ, അനുയായികളെ തൃപ്തിപ്പെടുത്താൻ, അത് ഇറാഖ് എന്നും കുലുഷിതമാണ്. റസൂലുള്ളാഹി തങ്ങൾ ശൈത്താന്റെ കൊമ്പ് ഇറാഖിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന് പറഞ്ഞു. അത് എന്നും പ്രശ്നഭൂമിയാണ് ഇറാഖ്. എല്ലാ പുത്തനാശയക്കാരും വന്നത് ഇറാഖിൽ നിന്നാണ്. അത് എല്ലാ ചിന്താഗതിക്കാരും വന്ന് ഇറാഖിൽ നിന്നാണ്. ഇത് നജ്ദ് എന്ന് പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ച് ചിലര് നജ്ദുമായി ബന്ധപ്പെടുത്തി ഇബ്നു അബ്ദുൽ വഹാബ് ആണത് എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് സൗദി അറേബ്യയിലെ നജ്ദിൽ ജനിച്ച ആളാണ്. സൗദി അറേബ്യയിലെ നജ്ദിനെ പറ്റി അല്ലാഹു റസൂൽ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല. സൗദി അറേബ്യ യമന്റെ ഷാമിന്റെയും ഭാഗമാണ്. യമനിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഷാമിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞിടത്ത് സൗദി അറേബ്യയിലെ നജ്ദും ആ ഷാമിലും യമനിലും പെട്ടതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ നജ്ദ് ഇറാഖിലെ നജ്ദാണ്. ആ ഇറാഖിനെ പറ്റിയാണ് അല്ലാഹു റസൂൽ അങ്ങനെ പറഞ്ഞത്. അത് അക്ഷരം പ്രതി പൊലിയും ചെയ്തിട്ടുണ്ട്. ഖവാരിജിയാക്കൾ ഉണ്ടായത് ഇറാഖിലാണ്. അതേപോലെ തന്നെ മുഅ്തസിലിയാക്കൾ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ ജിസ്മിയാക്കൾ ഉണ്ടായത്, അതേപോലെ തന്നെ ലാഹിരിയാക്കൾ ഉണ്ടായത്, ഹുലൂലിയാക്കൾ ഉണ്ടായത്, ഖദരിയാക്കൾ ഉണ്ടായത്, ജബറിയാക്കൾ ഉണ്ടായത്. ഇവരെ ശാഖോപശാഖകളുമായി എണ്ണിയാൽ ഇറാഖിൽ മാത്രം 72 കാണും, ബാക്കിയുള്ള എല്ലാം കൂടി ഒന്നും, അങ്ങനെ 73 ആകും. ഇതാണ് ചരിത്രപരമായ വസ്തുത. അത് ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ചരിത്രത്തിന്റെ അങ്ങുന്നും ഇങ്ങുന്നൊക്കെ കഷ്ണം എടുത്തിട്ട് ഭൂമിശാസ്ത്രപരമായ അറിവില്ലാതെ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ വാദിച്ചാൽ സാധാരണക്കാരങ്ങ് ബുദ്ധിക്കോളും. ശൈഖുന പറഞ്ഞല്ലേ, മൗലാന പറഞ്ഞല്ലേ, സാധാരണക്കാരൻ അങ്ങനെയാണല്ലോ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുളഫർ രാജാവും ഈ സുപ്രീം കോടതി ജഡ്ജിയും നമുക്ക് എന്താണ് വ്യത്യാസം? എനിക്ക് ചോദിക്കാനുള്ള അതാ. മുളഫർ രാജാവ് ഇസ്ലാമിന്റെ ആരുമല്ല. 600 കൊല്ലം കഴിഞ്ഞ് ഇറാഖിലെ രാജ്യം ഭരിച്ചൊരു രാജാവ്.
ആ രാജാവ് പഴയകാല ദ്രാവിഡ രാജാക്കന്മാരെ പോലെ ആര്യ രാജാക്കന്മാരെ പോലെ അധികാരം നിലനിർത്തിക്കൊണ്ടു പോകാൻ കുരുത്തം കെട്ട പ്രജകളെ ഒതുക്കി നിർത്തണമെങ്കിൽ പല അടവുകളും വേണം. ആ കൂട്ടത്തിൽ ഒരു അടവായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ ചോറുണ്ടാക്കി റബീഉൽ അവ്വൽ നബിതങ്ങളുടെ ജന്മം പറഞ്ഞ ജനം സന്തോഷിച്ചോളും, വഫാത്ത് പറഞ്ഞ ജനം സന്തോഷിക്കാനിടയില്ല, അവരുടെ ജന്മം പറഞ്ഞ് സന്തോഷിപ്പിക്കലാ നല്ലെന്നും പറഞ്ഞ് 10,000 കോയിനി അറുത്ത് 1,00,000 ചോറും വിളമ്പി എല്ലാരെയും കൂട്ടിയിട്ടാക്കി. പിറ്റത്തെ കൊല്ലം മറ്റു രാജാക്കന്മാരും തുടങ്ങി, അതിന്റെ പത്തെ കൊല്ലം നാട്ടുരാജാക്കന്മാർ തുടങ്ങി. പിന്നെ ആ സമ്പ്രദായം ആരാധനയായി, ആരാധന ഇപ്പോൾ ആദർശമായി. ഇതാണ് സംഭവം. വല്ലാഹി തമ്പുരാനത്തിന്റെയാണ് സത്യം. ഇതാണ് സംഭവം. അതുകൊണ്ട് റബീഉൽ അവ്വൽ എന്ന മാസവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഉറുപ്പിക ചെലവാക്കാനോ ഒരു നേരത്തെ ചോറുണ്ടാക്കാനോ ഒരു നേരത്തെ ചായ ഉണ്ടാക്കാനോ ഈ ഉമ്മത്തിന് അവകാശമില്ല. എന്തുകൊണ്ട്? ശരീഅത്തിൽ ഉൾപ്പെടാത്തത് ഇബാദത്താകാൻ നമുക്ക് ന്യായമില്ല. റബീഉൽ അവ്വൽ മാസം ശരീഅത്തിൽ ഇബാദത്തിന്റെ മാസമായി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നബി തങ്ങളുടെ ജന്മത്തിന് പ്രത്യേകതയുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. അഷ്റഫുൽ ഖൽഖ് തന്നെ ആ പ്രത്യേകത പറഞ്ഞു തന്നിട്ടുണ്ട്. ഹബീബായ തങ്ങൾ തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച നോമ്പ് നോക്കും, നിങ്ങൾ നോക്കണം. ഫീഹി വുലിത്തു, ഞാൻ തിങ്കളാഴ്ചയാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. ഒരു വർഷത്തിന്റെ 52 തിങ്കളാഴ്ചയുണ്ട്. വല്ലാഹി ആ 52 തിങ്കളാഴ്ചയും നോക്കാതെ സ്നേഹം പൂർത്തിയാവൂല. അതേ സന്ദർഭത്തിൽ റബീഉൽ അവ്വൽ തിങ്കളാഴ്ച നോമ്പുവറ്റാൽ വല്ലാഹി അത് ബിദ്അത്താ, കുല്ല ബിദ്അത്തിൻ ദലാല വ കുല്ല ദലാലത്തിൻ ഫിന്നാർ. റബീഉൽ അവ്വൽ മാസം മാത്രം ഒരു തിങ്കളാഴ്ച നോമ്പുവറ്റെന്ന് നോക്കി, അത് 1-ാം നമ്പർ ബിദ്അത്താ. കാരണം അങ്ങനെ ഒരു റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒരു മുവഖ്ഖത്തായ ഇബാദത്ത് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല, സഹാബാക്കളും പഠിപ്പിച്ചു തന്നിട്ടില്ല, താബീഈകളും പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ ചരിത്രത്തിൽ റബീഉൽ അവ്വൽ മാസം നബി തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട കുട്ടിക്കലാശം മുളഫർ രാജാവ് ഇറാഖ് ഭരിക്കുമ്പോൾ അണികളെ പിടിച്ചിരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഏർപ്പാട് മാത്രമാണ്. അതും സുപ്രീം കോടതി പറഞ്ഞ വൽമുത്തല്ലഖാത്തിന്റെ വ്യാഖ്യാനവും നമ്മെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസവും ഇല്ല. അതും ശരീഅത്തിൽ കടന്നുകയറ്റമാണ്, ഇതും ശരീഅത്തിൽ കടന്നുകയറ്റമാണ്. ഇതാണ് വിഷയം. ഇത്രയേ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടുള്ളൂ. എന്നാൽ അത് നബിതങ്ങളെ ജനിച്ചിട്ടില്ലെന്നോ നബിതങ്ങളെ ജനിത്തിന് പ്രത്യേകതയില്ലെന്നോ നബിതങ്ങൾക്ക് ഒന്നും ഇതെല്ലാം പറഞ്ഞുണ്ടാക്കി മലപ്പേൽപ്പക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിവരക്കേടിനെയും വിശ്വാസക്കുറിനെയും ചൂഷണം ചെയ്താൽ എന്തും നടക്കുമെന്ന ലോകം ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. പുതിയ നൂറ്റാണ്ടിന് പ്രായം വളരെ കുറവാണ്. 21-ാം നൂറ്റാണ്ട് ദീനുൽ ഇസ്ലാമിന്റെ നൂറ്റാണ്ടാണ്. അതിന് 11 വയസ്സേ ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് പുതിയ നൂറ്റാണ്ടിന് പ്രായപൂർത്തി എത്തുന്നവരെ കാത്തിരിക്കാം, അവസാനം റുഷ്ദിയത്ത് വരുന്നവരെ കാത്തിരിക്കാം. പുതിയ നൂറ്റാണ്ട് തീർച്ച അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹയും ഇല്ലല്ലയും ഒത്തൊരുമിച്ച് ഉമ്മത്ത് ബോധ്യപ്പെട്ടെടുക്കുകയും മുഹമ്മദീയ റിസാലത്ത് വളരെ ശക്തമായി ഉമ്മത്ത് തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന കാലം വരാൻ സമയമായിരിക്കുകയാണ്. അപ്പോഴൊക്കെ അല്ലാഹു ഇമാം മഹ്ദിയെ ഒരുക്കി നിർത്തും, അപ്പോഴൊക്കെ അല്ലാഹു ഈസാ നബിയെ ഒരുക്കി നിർത്തും. അങ്ങനെ സന്തോഷത്തിൽ സന്തോഷമുള്ള ഒരു കാലഘട്ടം ഈ ഉമ്മത്തിന് വരാനുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ കാലഘട്ടം നമ്മൾ മറക്കണ്ട. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധകന്മാര് നിരാശരാകേണ്ട പ്രശ്നമേ ഇല്ല. സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. നിരാശ പല ഭാഗത്തുനിന്നും ശൈത്താൻ കൊണ്ടുവരും. ഉള്ളിൽ തന്നെ പലതും ഇളക്കിയിട്ട് നിരാശ ഉണ്ടാക്കി തീർക്കും. ഇവരൊന്നും അല്ലാഹുവിന്റെ വഹദാനിയത്തിൽ നിന്ന്, അത് പറയുന്നതിൽ നിന്ന്, അത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന്, അത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന്, അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്തിൽ നിന്ന്, അത് പറയുന്നതിൽ നിന്ന്, അത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ഒരു പോയിന്റ് പിറകോട്ട് പോകാൻ അവസരം ഉണ്ടാവരുത്. ഈ ശൈത്താൻ പല പരിപാടികളും കൊണ്ടുതരും, പല വിഷയങ്ങളും ഇടക്ക് കൊണ്ടുവന്നിടും. ചിലത് പുറത്തുനിന്നായിരിക്കും, ചിലത് അകത്തുനിന്നായിരിക്കും. ഇതെല്ലാം ബുദ്ധിയോടെ ചിന്തയോടെ കൈകാര്യം ചെയ്ത് പുതിയ നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ അടിച്ചു മാറ്റി മുന്നോട്ട് ഗമിക്കാൻ ഇസ്ലാമിന്റെ തൗഹീദി പ്രബോധന രംഗത്ത് അല്ലാഹ് തെരഞ്ഞെടുത്തവർ തയ്യാറാകണമെന്ന് എന്റെ നഫ്സോടും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ആദ്യത്തെ നബി വന്നു, ശിർക്കിനെ കൈകാര്യം ചെയ്യേണ്ടി വന്നില്ല. രണ്ടാമത്തെ നബി വന്നു, ശിർക്കിനെ കൈകാര്യം ചെയ്യേണ്ടി വന്നില്ല. മൂന്നാമത്തെ നബി വന്നു, ശിർക്കിനെ കൈകാര്യം ചെയ്യേണ്ടി വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അത്രയും ശക്തമായ ഇടപെടലായിരുന്നു നബിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അള്ളാഹുവിൽ നിന്ന് മാറി മറ്റൊരാളിലേക്കും തിരിയാൻ അവസരം കൊടുത്തില്ല. അതിടയ്ക്ക് ശൈത്താൻ ആദ്യമായി ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത അള്ളാഹു അല്ലാത്തൊരു വ്യക്തി ഒരു ഷഹീദാണ്, ഇസ്ലാമിലെ ഷഹീദ്. ശൈത്താൻ അള്ളാഹുവിന്റെ പകരം അടിമകളുടെ മനസ്സിനെ മാറ്റാൻ, അള്ളാഹ്ക്കിടയിൽ വെക്കാൻ, തവസ്സുൽ ചെയ്യാൻ, ഇസ്തിഗാസ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ
യോഗ്യത പറഞ്ഞുകൊണ്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു ശൈത്താൻ. അതാരായിരുന്നു? ഹാബീൽ. ഹാബീൽ റഹിമഹുല്ലാ ആലൂസി റഹ്മത്തുള്ള റൂഹുൽ ബയാനില് റഹിമഹുല്ലാ അലൈഹി റഹ്മ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് കാബീലിനെ പറ്റി പറഞ്ഞപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹാബീലിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് അംബിയാ മുർസലീങ്ങൾ ഉണ്ടായിരുന്ന അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹാബീലിന്റെ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട നബിമാരുടെ തുടക്കം കുറിച്ചത് എന്ന്. ആദമിനും ഇശീസിനും ശേഷം നടന്നില്ല. ആ ഷഹീദിനെ വെച്ചുകൊണ്ട് ഹാബീലിന്റെ മക്കളിൽ കളിച്ചു ശൈത്താൻ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുത്ത ആദ്യമായിട്ട് ഹാബീലിനെയാണ്. ഹാബീലിനെ കൊന്ന സംഭവം സൂറത്തുൽ മാഇദയിൽ വിശദീകരിച്ചിട്ടുണ്ട്. വത്ലു അലൈഹിം നബഅ ബിനൈ ആദം. ആദമിന്റെ 2 മക്കളെ നിങ്ങൾ ഓതിക്കൊടുക്കുക. അതിൽ ഒരാളെ അള്ളാഹ് സ്വീകരിച്ചു, ഒരാളെ അള്ളാഹ് തള്ളി. സ്വീകരിച്ചത് ഹാബീലാണ്. അത് അള്ളാഹിന്റെ മഹാനായ അടിമയാണ്, അള്ളാഹു ഏറ്റെടുത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താൻ ആദ്യമായി മോമിനീങ്ങൾക്ക് അവരെ ഈമാനെ ശിർക്കിലേക്ക് നീക്കാൻ പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തി ഹാബീലാണ്. പക്ഷെ ശീസിന്റെയും ഇദ്രീസിന്റെയും വ്യക്തമായ ഇടപെടലിൽ ഹാബീലിനെ പറ്റിയുള്ള വിശദീകരണം ശൈത്താന് ബലപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. അതാണ് കാര്യം. മൂന്നാമത്തെ നബി ഇദ്രീസ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലല്ല. എന്തുകൊണ്ട് മോമിനീങ്ങൾ, ആദമിന്റെ മക്കൾ, ആദമിന്റെ പേരക്കുട്ടികൾ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തെറ്റിയിട്ടില്ല. അല്ലാഹു അല്ലാത്ത വ്യക്തികളെ അവർ സമീപിക്കാറില്ല, അല്ലാഹു അല്ലാത്ത ശക്തികളെ അവർ സമീപിക്കാറില്ല, അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ അവർ സമീപിക്കാറില്ല. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലവും കഴിഞ്ഞു. ഇദ്രീസ് നബിന്റെ കാലം കഴിയുമ്പോഴേക്കും മക്കള് പെറ്റു പെരുകി. ആയിരക്കണക്കിന് ആൾക്കാരായ താമസം ഇറാഖ് പ്രവിശ്യകളിലായി. ഹാബീലിന്റെ സന്താന പരമ്പര ഇറാഖിലേക്ക് മാറി. അവിടെയാണ് പിന്നെ ആദമിന്റെ പേരക്കുട്ടികൾ വളർന്നു വന്നിച്ചത്. അവിടെ നിന്ന് അവർ ഹിജാസിലേക്കും മറ്റും മാറി താമസിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ആദമിന്റെ മക്കൾ കൂടുതലും ജീവിച്ചത്. ഇദ്രീസ് നബിക്ക് ശേഷം 9-10 തലമുറകളിൽ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയത് നബിയെയോ റസൂലിനെയോ അല്ല, മറിച്ച് മഹാന്മാരായ ഔലിയാക്കളെയാണ്. ആരാണത്? വദ്, സുവാ, യഊഖ്, യഗൂസ്, നസ്ർ. ഇവർ 5 പേരും ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്. ഇദ്രീസ് നബിന്റെ നുബുവത്ത് വെച്ചുകൊണ്ട് ഈമാനും തൗഹീദും പഠിപ്പിച്ച മഹത്തുക്കളാണ്. ഇവർ 5 പേരും മരിച്ചു. 11ാം തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ശിർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുതലായ സാലിഹ്യങ്ങളുടെ ഖബർ കേന്ദ്രമാക്കിക്കൊണ്ടാണ് എന്ന് സകല തഫ്സീർ നോക്കിയാലും കാണാം. സൂറത്തു നൂഹിൽ ബുദ്ധ സ്വഭാവ യൗസ് നസ്റിനെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട് അല്ലാഹു തആല. ആ 5 പേരെ ഖബറിനെ പറ്റിയും ആ ഖബർ വട്ടം വെച്ചതിനെ പറ്റിയും ഖബറിൽ ആദ്യം നാട്ടകുത്തിയതിനെ പറ്റിയും ആ ഖബറിന് ചുറ്റും കല്ലെടുത്ത് വെച്ചതിനെ സംബന്ധിച്ചും റൂഹുൽ ബയാൻ പോലെയുള്ള തഫ്സീറിന്റെ കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം തബീരി നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ശിർക്കിന്റെ സമുദ്ഘാടനം ശൈത്താൻ ചെയ്തത് 5 ഔലിയാക്കളെ വെച്ചുകൊണ്ടാ, അതും 5 ഔലിയാക്കളെ ഖബർ വെച്ചുകൊണ്ടാ. അങ്ങനെ ഔലിയാക്കളുമായി ബന്ധപ്പെടുകയും ജാറങ്ങളുമായി ബന്ധപ്പെടുകയും മഹത്തുക്കളുമായി ബന്ധപ്പെടുകയും അള്ളാഹുവിനുള്ള അധികാരത്തിൽ നിന്ന് ചിലത് മഹത്തുക്കൾക്ക് നൽകുകയും ചെയ്ത് ജനം ശിർക്കിന്റെ വഴിയിലേക്ക് ചെല്ലാൻ നേരം ബഅസല്ലാഹു ഇലൈഹിം റസൂല നൂഹൻ റസൂല. അവരിലേക്ക് അല്ലാഹു തആല ആദ്യത്തെ റസൂലിനെ അയച്ചു. ആദ്യത്തെ റസൂൽ വന്നത് അവരിലേക്കാണ്. ഞാൻ ചോദിക്കട്ടെ, നിർത്താണ്, ഞാൻ സമയം പൂർത്തിയായി, ഞാൻ നിർത്തുന്നു, കഷ്ട നിർത്തുന്നു. ആരിലേക്കാണ് നൂഹ് റസൂലായിട്ട് വന്നത്? അന്ന് മുശ്രിക്കുകളുടെ മതമില്ല, അന്ന് ക്രിസ്തു മതമില്ല, അന്ന് ജൂത മതമില്ല, അന്ന് ഹൈന്ദവ മതമില്ല, അന്ന് മജൂസി മതമില്ല. ഇന്ന് കാണുന്ന മതങ്ങളെല്ലാം നൂഹ് നബിക്ക് ശേഷം വന്നതാ. നൂഹ് നബി വരുമ്പോൾ ഏത് മതമാ ലോകത്തുള്ളത്? ഒരു മതവും ഇല്ല, ഒരു അമ്പലവും ഇല്ല, ചർച്ചും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ആകെ നൂഹ് നബിക്ക് പരിചയം എന്താ? അവിടുത്തെ ഭരണാധികാരികൾ ഈ 5 ഔലിയാക്കന്മാരുടെ ജാറങ്ങൾ വെച്ചുകൊണ്ട് സാധാരണക്കാരന് ചൂഷണം ചെയ്ത് രാജ്യം ഭരിക്കുമ്പോൾ അതിനെതിരായി തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല നൂഹ് നബിനെ അല്ലാഹു റസൂലാക്കി അയച്ചത്. ബാക്കി നിങ്ങൾ സൂറത്തു നൂഹ് എടുത്ത് പഠിച്ചു നോക്കി. അപ്പോൾ നമുക്കറിയാം. അല്ല, ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽപ്പെടുത്താൻ ഞാൻ അല്ലാഹു തആല നൂഹ് നബി ദുആ ചെയ്തു, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. ഏ അല്ലാഹ്, കാഫിരീങ്ങളെ കൂട്ടത്തുന്ന ഒരാളെ വീട് പോലും ഈ നാട്ടിൽ നീ ബാക്കിയാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി കാഫിരീങ്ങൾ എന്ന് വിളിച്ചത് ആരെയാ?
അന്ന് ഏത് മതക്കാരെ പറ്റി വെച്ചതാ? അവർ കുഫറിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത വഴി ഏതാ? എന്തുകൊണ്ടാണ് അവർ കാഫിറായത്? ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ ഈമാൻ നാം പുതുക്കുക. ജദ്ദിദു ഈമാനക്കും. ഈമാൻ അംബിയാ മുർസലീങ്ങളുടെ നെഹ്ജനുസരിച്ച്, ഹബീബായ മുത്തിന്റെ റിസാലത്തിന്റെ നെഹ്ജനുസരിച്ച് നാം നമ്മുടെ ഈമാനെ വളരെ ശക്തിയായി തിരിച്ച് വലിച്ചു കൊണ്ടുവരേണ്ട സമയമായി. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, അല്ലാഹു മാത്രം. എന്തുകൊണ്ട്? അവനാണ് എന്റെ റബ്ബ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, നായകൻ മുഹമ്മദ് മുസ്തഫ മാത്രം. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന്റെ റസൂലായതുകൊണ്ട്. അവ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആധിപത്യം അല്ലാഹുക്ക് മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ്, നായകത്വം മുഹമ്മദ് മുസ്തഫക്ക് മാത്രം. ഈ രണ്ട് മാത്രങ്ങൾ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോയാൽ ഈ രേഖയുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കും നമ്മുടെ ഈ കൂടലും നമ്മുടെ ഈ സംസാരവും അല്ലാഹു തആല നാളെ ആഖിറത്തിൽ അംബിയാ മുർസലീങ്ങളെ ഷാഹിദീങ്ങളായി കൊണ്ടുവരുമ്പോൾ അവര് പറഞ്ഞ അല്ലാഹുവേ നീ മാത്രം എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടാൻ നീ അതിന് അവസരം ഉണ്ടാക്കി തരണേ അല്ലാ. പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി താ അല്ലാ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരണം പടച്ചവനെ. സുന്നത്തും ഫർദുമായ അമലുകളെ കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ ശക്തി പകർന്നു തരണേ അല്ലാഹുവേ. അവസാനം മരിക്കാൻ നേരത്ത് റഹ്മാനായ അല്ലാഹുവേ, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും സംതൃപ്തി അടിയുകയും ചെയ്യുന്ന മുഖറബീങ്ങളോടൊപ്പം ഞങ്ങളെ കൂട്ടിത്തരണേ പടച്ചവനെ. ചിലർ ആശുപത്രിയിൽ വേദന തിന്ന് കഴിയുകയാ, ചിലർ വീടുകളിലെല്ലാം സഹിച്ച് കഴിയുകയാ. കുഞ്ഞു കുട്ടികളും ഉണ്ട്, വലിയവരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, മുസ്ലിമും അമുസ്ലിമും ഉണ്ട്. റഹ്മാനായ അല്ലാഹുവേ, നിന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ തർത്തീബാക്കി തരണം പടച്ചവനെ. നീ തിരിച്ചെടുത്ത ആഫിയത്ത് മടക്കി തരണേ അല്ലാ. ഒരു പോറലും ഇല്ലാതെ മരിക്കുന്നവരെ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ഈ രോഗങ്ങളില്ലാത്ത കാക്കുകയും ഞങ്ങൾ ആഫിയത്തിനെ ഒരു പോറലും ഇല്ലാതെ മരിക്കുന്നവരെ നിലനിർത്തി തരികയും ചെയ്യണേ പടച്ചവനെ. അല്ലാ, നിന്റെ മഹലായ ഫള് കൊണ്ട് ഞങ്ങളെ ദുആക്കളെ മുഴുവനും കബൂലാക്കി തരണേ അല്ലാ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം വല്ലാഹു അഅലം. ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.